പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രജനി. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ദേശീയ രാഷ്ട്രീയത്തിൽ നാളെ നിർണായക ദിനം. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ആര് അധികാരത്തിലേറുമെന്ന് നാളെ അറിയാം. എക്സിറ്റ് പോളുകളിൽ പ്രതീക്ഷ അർപ്പിച്ച് NDA. പാലക്കാട്, വയനാട്, ചേലക്കര മണ്ഡലങ്ങളിൽ നാളെ വോട്ടെണ്ണൽ. അവസാനവട്ട കണക്ക് കൂട്ടലിൽ സ്ഥാനാർത്ഥികൾ. ആത്മവിശ്വാസത്തിൽ NDA ക്യാമ്പ്. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മുതൽ. സമഗ്ര കവറേജുമായി ജനം TV. മുനമ്പം വഖഫ് അധിനിവേശം സമവായ നീക്കവുമായി സർക്കാർ. ഭൂമിയിൽ സർവേ നടത്തുന്നത് പരിഗണനയിൽ. സർക്കാർ വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. ഭൂമി തങ്ങളുടേതെന്ന് പ്രഖ്യാപിക്കുന്ന വഖഫ് ബോർഡ് രീതി തെറ്റെന്ന് ഇടത് സഹയാത്രികൻ സെബാസ്റ്റ്യൻ പോൾ ജനം TVയോട്. വളരെ സുവ്യക്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ അവയെ അംഗീകരിക്കാതെ വഖഫ് എന്ന പേരിലോ മറ്റേതെങ്കിലും പേരിലോ മതസംബന്ധിയായ നിയമങ്ങളും വ്യവസ്ഥകളും അത് ആ മതവിശ്വാസത്തിൽ പെടാത്തവർ അനുസരിച്ചു കൊള്ളണം എന്നുള്ള ഒരു നിർബന്ധം, അതൊക്കെ വലിയ തോതിലുള്ള അപകടത്തിന് കാരണമാകും. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമത്തിൽ ഇടപെട്ട ആരോഗ്യവകുപ്പ്. എല്ലാ ആശുപത്രികളിലേക്കും മരുന്നെത്തിച്ചു. ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ. ജനം TV വാർത്തയെ തുടർന്ന് ജനം ബിഗ് ഇംപാക്ട്. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ 3 സഹപാഠികൾ അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം. പാകിസ്ഥാനിൽ ഭീകരാക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളും. നിരവധി പേർ ചികിത്സയിൽ. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മത്സരം രാവിലെ 7:30 പെർത്തിൽ. രോഹിത്തിന് പകരം ജസ്പ്രീത് ബുംറ ഇന്ത്യൻ നായകൻ. രജനി, ആദ്യം ശബരിമലയിലേക്ക് തന്നെ പോകണം അല്ലേ? ശരണമെന്റെ അയ്യപ്പ. ശരണമെന്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA. കോ പവർഡ് ബൈ ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ് ഇൻ അസോസിയേഷൻ വിത്ത് GDS സുബാസന അഗർബത്തീസ്. ഇനി ആനന്ദം നിറയട്ടെ ഓരോ ആരംഭത്തിലും. മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. വ്രതശുദ്ധിയുടെ നാളുകളിൽ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ. ആർഷ പ്യുർ പൂജ പ്രൊഡക്ട്സ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്ന് ഇതുവരെ 25,000-ഓളം ഭക്തരാണ് അയ്യനെ ദർശിക്കാനായി എത്തിയത്. ഇന്നലെ 70,000-ഓളം ഭക്തർ പടി കയറിയെത്തി. സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് അരുൺ കൊടുങ്ങൂരും ഒപ്പം മനോജും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്കാണ്. അരുൺ, സ്വാമി ശരണം. ദിനംപ്രതി ഭക്തരുടെ എണ്ണം കൂടി വരുന്നു. ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ മണ്ഡല മകരവിളക്കുത്സവത്തിനായിട്ട് നട തുറന്നിട്ട്. ഇന്ന് രാവിലെ 25,000-ലധികം പേരാണ് ഈ 3 മണിക്കൂറിനുള്ളിൽ തന്നെ നട ചവിട്ടിയത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഈ തവണ വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1,00,000-ലധികം തീർത്ഥാടകരുടെ വർധനവാണ് ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം സന്നിധാനത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. നമുക്കറിയാം, ഈ മണ്ഡലകാലം ആരംഭിച്ച സമയത്ത് വലിയ ഒരു ആശങ്ക നിലനിന്നിരുന്നു. അത് വേറൊന്നുമല്ല, ഈ വെർച്വൽ ക്യൂ വഴി മാത്രം ബുക്ക് ചെയ്തുകൊണ്ട് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടാനുള്ള ഒരു തീരുമാനം. അത് വലിയ രീതിയിലുള്ള ഒരു വിവാദമായിരുന്നു. ആ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു ഒരു തീർത്ഥാടകർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു നടപടികളിലേക്കൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് എന്തായാലും ആ ഒരു തിരക്ക് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്.
അത് തന്നെയാണ് കണക്കുകളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും, അതായത് കഴിഞ്ഞ ദിവസം 70,000-ലധികം 73,000-ഓളം ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ തന്നെ ഇത്രയധികം ഭക്തജനങ്ങൾ എത്തിക്കഴിഞ്ഞു. എന്തായാലും ഓരോ ദിവസവും കഴിയും തോറും ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഭക്തജനങ്ങൾ ഇനിയും ഈ ബുക്കിംഗ് ചെയ്യാൻ പറ്റാതെ കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട്. അവർക്ക് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. എന്തായാലും ഈ മണ്ഡലകാലത്ത് നിരവധി ഭക്തജനങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ തന്നെ ഈ ആദ്യ 5-6 നാളുകളിൽ 1,00,000-ലധികം വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഈ മണ്ഡലകാലം അവസാനിക്കുന്ന സമയം വലിയ തരത്തിലുള്ള ഒരു വർധന ഭക്തജനങ്ങളുടെ ഈ ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. എന്തായാലും അതേ സമയം തന്നെ ഈ ശബരിമല സന്നിധാനം വളരെയധികം ഭക്തിസാന്ദ്രമായി ശരണമന്ത്രങ്ങൾ ഒക്കെ ഉയർന്നുകൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ നിലനിൽക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഭക്തരുടെ എണ്ണത്തിലും വർധന ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഭക്തർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കൊടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കാനനപാതയിലൂടെ എത്തിയ ഭക്തജനങ്ങൾ അവർക്ക് തന്നെ ഈ ഒരു സമയം കഴിയുന്ന സമയത്ത് അവിടേക്ക് ഇരുട്ടും അതോടൊപ്പം മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ കാരണം അവരവിടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാലും ഇവിടെ അറിയിക്കുക എന്നുള്ളതാണ്, എത്രയും വേഗം വിവരം കൈമാറുക എന്നുള്ളതാണ്. അങ്ങനെ കുറേയധികം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം 3 പേരെയാണ്, ചെന്നൈ സ്വദേശികളായിട്ടുള്ള 3 പേരെ വേഗം എത്തിക്കാൻ കഴിഞ്ഞു. എന്തായാലും തിരക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വരുന്നത്. നേരത്തെ മനോജ് സൂചിപ്പിച്ച പോലെ തന്നെ ഇനി പരിഹരിക്കാൻ കഴിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ സ്പോട്ട് ബുക്കിംഗ് വഴി തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വർധന ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ വഴി, അതായത് നിലവിൽ 70,000 തീർത്ഥാടകർക്ക് മാത്രമാണ് ഈ ഒരു അനുമതി നൽകിയിരിക്കുന്നത്. അത് 80,000-ലേക്ക് വർദ്ധിക്കാനുള്ള ഒരു ആലോചന ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കാരണം 90,000 തീർത്ഥാടകർക്കാണ് ഒരു ദിവസം ദർശനം നടത്താനായി ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു ഈ തീർത്ഥാടക തിരക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ആദ്യ സമയങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ദേവസ്വം ബോർഡിന്റെ നടപടി. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു പുതിയ തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുന്നത്. നിലവിൽ പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതുതന്നെയാണ് ശബരിമലയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. ഒരു മിനിറ്റിൽ 80ഓളം തീർത്ഥാടകർ പടി കയറി എത്തുകയാണെങ്കിൽ ആ തിരക്ക് കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. 1,00,000-ലധികം ഭക്തർ വന്നാലും ആ നിലവിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഫ്ലൈ ഓവറിലടക്കം തിരക്ക് ഉണ്ടെങ്കിൽ പോലും ഉച്ചയോടെ എത്തുമ്പോൾ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷ 1,00,000-ലധികം ഭക്തരുടെ ഒരു വർധനവ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും ആ കാര്യമായ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് അരുൺ. കാരണം നമുക്കറിയാം ഈ സ്പോട്ട് ബുക്കിംഗ് വേണമെന്നുള്ളൊരാവശ്യമായിരുന്നു ഈ മണ്ഡല മകരവിളക്കുത്സവത്തിന് മുൻപായിട്ട് ഹൈന്ദവ സംഘടനകളും ഭക്തരും ഒന്നടങ്കം മുന്നോട്ട് വച്ച ഒരു കാര്യം. പക്ഷേ അതിലൊരു നടപടി ഉണ്ടായില്ല. വെർച്വൽ ക്യൂ ബുക്കിംഗ് ആയി. പക്ഷേ ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് പോലും ജനങ്ങൾ നെട്ടോട്ടമോടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു ദിവസം മല ചവിട്ടുന്നവരുടെ എണ്ണം ഹൈക്കോടതി പറഞ്ഞതിനേക്കാളും അപ്പുറമാണ്. കണക്കുകൾ അവ്യക്തമായിട്ടാണ് ദേവസ്വം ബോർഡ് പുറത്തുവിടുന്നത് പോലും. പക്ഷേ ഇതിനൊരു പരിഹാരം വേണമെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം. അതിലേക്ക് എത്തുവാൻ ഇതുവരെയും ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ അവ്യക്തമായ ഒരു കണക്കല്ല ദേവസ്വം ബോർഡ് പുറത്തുവിടുന്നതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് പമ്പയിൽ നിന്നും കൃത്യമായ ഒരു സംവിധാനത്തിലൂടെയാണ് ആ കണക്ക് പുറത്തുവിടുന്നത്. അതിനകത്തുള്ള പ്രശ്നം ഇതാണ്, അതായത് 70,000-ഓളം തീർത്ഥാടകരെ മാത്രം ആ സന്നിധാനത്തേക്ക് കടത്തിവിടാനുള്ള ആ ഒരു പോലീസിന്റെ നീക്കം, പോലീസിന്റെ ഒരു തീരുമാനം, അതുതന്നെയാണ് ഏറ്റവും വലിയ വിവാദം. അതുതന്നെയാണ് ഹൈന്ദവ സംഘടനകൾ അടക്കം ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി. അതിലേറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഈ 70,000 ഭക്തജനങ്ങളിലേക്ക് ഈ എണ്ണം വെട്ടിക്കുറച്ചു എന്നതാണ് ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ദേവസ്വം ബോർഡിനോട് ചോദിച്ചത്. അത് പോലീസിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഈ ഒരു നടപടി. ആ കാര്യം തന്നെയാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് വരും ദിവസങ്ങളിൽ അനുഭവപ്പെടാനുള്ളത്. രജനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ഡല പൂജാ സമയത്തേക്ക്, മകരവിളക്ക് സമയത്തേക്ക് ഈ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യം ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടുള്ള ഒരു ആലോചന ഈ പോലീസിന്റെ വിവരങ്ങൾ കൂടി കണക്കിൽ
കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് നീങ്ങാനുള്ള ഒരു സാധ്യത തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം അത് നമ്മൾ വിശദമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സ്പെഷ്യൽ കമ്മീഷനും അത് അനുകൂലമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. 80,000-ഓളം ഭക്തർ എന്നുള്ള ഒരു രീതിയിലേക്ക് വെർച്വൽ ക്യൂ വഴി 80,000-ഓളം ഭക്തർക്ക്, അതായത് നിലവിലുള്ള ഭക്തരുടെ എണ്ണം അനുസരിച്ച് 10,000 തീർത്ഥാടകരുടെ എണ്ണം കൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരു നിലപാടിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമാണ്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് യോഗം ചേർന്ന സമയത്ത് ഇക്കാര്യങ്ങൾ വിശദമായി സംസാരിച്ചിരുന്നു. എന്തായാലും 2-3 ദിവസം കൂടി ഈ നിലവിലത്തെ അവസ്ഥ പരിശോധിച്ചതിന് ശേഷം മാത്രം അത്തരം ഒരു തീരുമാനങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ദേവസ്വം ബോർഡ് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ പരാതികളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തർക്ക് സുഖമായ ദർശനം ഒരുക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ തീർത്ഥാടകരുടെ എണ്ണം ഈ വെട്ടിക്കുറിച്ച് തന്നെയാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. പടിയിലുണ്ടാവുന്ന ഒരു വീഴ്ച തന്നെയായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ തന്നെ അശാസ്ത്രീയമായ നിയന്ത്രണങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പോലീസിനെയും എല്ലാം തന്നെ പ്രേരിപ്പിച്ചത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു. പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങളൊന്നും തന്നെ അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ച് 12 വിളക്ക് കഴിയുമ്പോഴാണ് മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കാണ് ദേവസ്വം ബോർഡും ഭക്തരും എല്ലാം ഭക്തജന സംഘടനകളും എല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. തീർച്ചയായും തിരക്ക് നിയന്ത്രിക്കാൻ, അതായത് പരിചയസമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ 18-ാം പടിയിൽ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ നമുക്കറിയാം ഈ ഭക്തജനങ്ങൾ കൂടുതലായി എത്തുമ്പോൾ 18-ാം പടിയിലെ വേഗതയാണ് ഈ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ പോലീസിന് നിശ്ചയിച്ചിരുന്ന ഡ്യൂട്ടി ടൈമിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 20 മിനിറ്റിൽ നിന്നും ഇപ്പോൾ 5 മിനിറ്റ് കുറച്ച് 15 മിനിറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം കായികക്ഷമതയുള്ള അതോടൊപ്പം തന്നെ പരിചയ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ 18-ാം പടിയിൽ നിയോഗിച്ചിരിക്കുന്നു. വേഗതയാണ് 18-ാം പടിയിലൂടെ പെട്ടെന്ന് ഭക്തരെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ തിരക്ക് ഒരുവിധം നിയന്ത്രിക്കുവാൻ പോലീസിന് കഴിയുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും വർദ്ധിച്ചു വരുന്ന ഈ തിരക്ക് അത് കൃത്യമായ നിയന്ത്രണത്തിൽ തന്നെ പോകണം. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും എത്തുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യവും അവർക്ക് സുഗമമായൊരു ദർശനം ഒരുക്കുക എന്നതാണ് അധികൃതരുടെ ഉത്തരവാദിത്വം. അത് കൃത്യമായി നിർവഹിക്കപ്പെടണം എന്നുള്ള ആവശ്യമാണ് ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ഉയർത്തുന്നത്. എല്ലാ മണ്ഡലകാലങ്ങളിലും പലതരത്തിലുള്ള പരാതികൾ ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരാറുണ്ട്. പലതരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാതെ പോകുന്ന സാഹചര്യം കഴിഞ്ഞ ഈ മാസപൂജയ്ക്ക് തന്നെ അവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. എന്തായാലും അത് ഈ മണ്ഡലകാലത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ കൃത്യമായി എടുക്കണമെന്നുള്ള നിർദ്ദേശവും ഒക്കെ തന്നെ ഹൈന്ദവ സംഘടനകൾ അടക്കം മുന്നോട്ട് വെച്ചതാണ്. എന്തായാലും ആ ഒരു തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇനി വരും ദിവസങ്ങളിൽ കൂടെ നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ ആദ്യം കാണിച്ച ആവേശം അത് ദേവസ്വം ബോർഡിനും അല്ലെങ്കിൽ മറ്റ് സംയുക്തമായി യോഗങ്ങളൊക്കെ ചേർന്നുകൊണ്ട് എല്ലാ വകുപ്പുകളും ഏകോപന യോഗമൊക്കെ ചേർന്നുകൊണ്ട് നടത്തി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. മനോജ്, അരുൺ സന്നിധാനത്ത് നിന്ന് വാങ്ങിയ ഉണ്ണിയപ്പ പ്രസാദത്തിൽ പൂപ്പൽ എന്ന പരാതി കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നല്ലോ. കാരണം കൊച്ചി സ്വദേശിക്കാണ് ഇത്തരത്തിൽ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പ പ്രസാദം ലഭിച്ചത്. ഇന്ന് അതിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി കൊടുങ്ങല്ലൂർ സ്വദേശികൾക്കാണല്ലോ ഇത്തരത്തിൽ പൂപ്പൽ പിടിച്ച പ്രസാദം ലഭിച്ചത്. ഇതിൽ ഇന്ന് റിപ്പോർട്ട് തേടുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ജനം TV ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ ബെഞ്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തെ ഏറെ ഗൗരവമോടെയാണ് ഹൈക്കോടതി കാണുന്നത്. ഈ ഒരു സമയത്ത് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ, ഈ പരാതി ഉയർന്ന ആ സമയത്ത് തന്നെ ഹൈക്കോടതിയിൽ ഹർജി എത്തുന്നു. ആ ഹർജി എത്തിയതിന് ശേഷം കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം അപ്പം മരമണ
ശബരിമലയുടെ ഏറ്റവും പവിത്രമായ വഴിപാടുകളാണ്. ആ വഴിപാടുകളിൽ ഒരു തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാൻ പാടില്ല. എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി ദേവസ്വം ബോർഡ് പഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൃത്യമായി ഓരോ ദിവസവും ഈ കൃത്യമായ പരിശോധന കൂടി ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. ഏതായാലും സമഗ്രമായ ഒരു റിപ്പോർട്ട് ഇന്നോ നാളെയോ ദേവസ്വം സ്പെഷ്യൽ ഓഫീസർ ഹൈക്കോടതിക്ക് സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഏറെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ ദേവസ്വം ബോർഡ് കാണുന്നത്, അതോടൊപ്പം തന്നെ ഹൈക്കോടതി കാണുന്നത്. ഏതായാലും ഇനി ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ, അതോടൊപ്പം തന്നെ പരാതിയുടെ നിരസിയെ കൃത്യമായി അറിയിക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് തുടങ്ങും. അതോടൊപ്പം തന്നെ ഇതിനെ വിശദമായി അറിയിക്കാനാണ് സ്പെഷ്യൽ കമ്മീഷനോടുകൂടി ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം വലിയൊരു വിവാദം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായ ഒരു വിഷയമാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ച ഈ വിഷയം പരിഗണിക്കും. അതിനു മുമ്പ് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ പരിശോധന നടത്തിക്കൊണ്ട് സമഗ്രമായ ഒരു റിപ്പോർട്ട് നടത്താൻ തന്നെയാണ് പോലീസിന്റെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു തീരുമാനം. ആ സമഗ്രമായ ഒരു റിപ്പോർട്ട് നാളെ തന്നെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിലെ കണ്ടെത്തൽ തന്നെയായിരിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. കാരണം എവിടെയാണ് വീഴ്ച ഉണ്ടായതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു വിഷയമുണ്ടായാൽ ദേവസ്വം ബോർഡിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്താകും സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് എന്നതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേവിക. അപ്പോൾ തന്നെ അരുൺ മനോജ്, ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇത് എത്ര സമയമായി, എത്ര കാലമായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു? നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ കേട്ട ഒരു കാര്യമാണ് ഏലക്ക, അരവണയിലെ ഏലക്ക ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സംഭവം. അതിനുശേഷം പിന്നെ ചത്ത പല്ലിയെ കാണുന്നു ഈ അരവണയിൽ. അതിപ്പോൾ ഏറ്റവും അവസാനം പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം. ഈ മല ചവിട്ടി വരുന്ന ഭക്തരെ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നടപടികളുമായിട്ട് ദേവസ്വം ബോർഡ് പോകുന്നത്. പലതവണ പരാതിപ്പെട്ടു. ഇതിനോട് നമ്മുടെ ആ പരാതിക്കാരൻ തന്നെ പറഞ്ഞതാണ്, ഇതിന് മുൻപും പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ആളുകൾ ക്ഷമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി അത് നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്തിയുടെ ഒരു അന്തരീക്ഷത്തിൽ വ്രതം എടുത്തുകൊണ്ട് വരുന്ന ഭക്തരെ ദ്രോഹിക്കുന്ന നിലപാട് തന്നെയാണ് വീണ്ടും വീണ്ടും ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. പ്രസാദ വിതരണം എന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അത് ഭക്തർ കാണുന്നത് അതീവ ഭക്തിയോടുകൂടിയാണ്. അതിനിടയിൽ ഈ ദ്രോഹ നടപടികളുമായിട്ട് എന്തിനാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ദേവസ്വം ബോർഡിനെയും സ്പെഷ്യൽ കമ്മീഷണറുടെയും ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് നിജസ്ഥിതി എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയൂ. കാരണം ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ കൃത്യമായ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്ര ഗൗരവത്തോടെ തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തെ കാണുന്നത്. കാരണം ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ഒരിടത്താണ് അങ്ങനെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച ഉണ്ടായാൽ അത് ഏറ്റവും കുറ്റകരമായ ഒരു അനാസ്ഥയായി തന്നെ ദേവസ്വം ബോർഡ് ഹൈക്കോടതി കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ശാസ്ത്രീയ തെളിവുകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ സമഗ്രമായ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് പോകുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ച ഈ കേസ് വിശദമായി ഹൈക്കോടതി പരിഗണിക്കും. ഇതിനുശേഷം മാത്രമായിരിക്കും എന്താകും ഈ വിഷയത്തിൽ ഉണ്ടായ ഒരു വീഴ്ച, ഈ പരാതിയുടെ നിജസ്ഥിതി എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു പരാതിയുമായാണ് കൊച്ചി സ്വദേശി രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ തെളിവും ഹൈക്കോടതിക്ക് സമർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഉള്ള ഒരു നടപടിക്രമങ്ങളിലേക്കാകും, വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ കമ്മീഷനോട് കൂടി ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയാനായി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം തിങ്കളാഴ്ച വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഈ കേസ് വിഷയം പരിഗണിക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ടുകളുടെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു നടപടി. എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. സമഗ്രമായി ഈ വിഷയത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി പോവുക. എന്തായാലും അപ്പം അരവണ എന്നത് ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഏറ്റവും വൃത്തിയായി തന്നെ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. ഒരു തരത്തിലുള്ള
വീഴ്ചകളും ഉണ്ടാകരുത് എന്നുള്ള ഒരു കാര്യം തുടക്കത്തിൽ തന്നെ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത്തരത്തിലൊരു വീഴ്ചകൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിന് ഇടവരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ദേവസ്വം ബോർഡിനും ഈ വിഷയത്തിൽ തങ്ങൾക്ക് പറയാനുള്ള ഭാഗം എന്ത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഈ വിഷയം സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിനം. രജനി, ശരി, എന്നാലും എത്ര കാലമായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ പോവുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ ഗുരുതര വീഴ്ചകൾ തന്നെയാണ് ഇങ്ങനെ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പവും അതുപോലെ തന്നെ അരവണയിൽ പല്ലി ചത്ത സംഭവങ്ങളൊക്കെ തന്നെ. ഇനി എന്തായാലും ഹൈക്കോടതിയിലാണ് ഒരു ആശ്രയമുള്ളത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഒപ്പം തന്നെ ഭക്തിസാന്ദ്രം തന്നെയാണ് സന്നിധാനം. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എം മനോജും അരുൺ കൊടുങ്ങൂരും സന്നിധാനത്ത് നിന്ന്. രജനി, ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് പങ്കുവയ്ക്കാനുണ്ടല്ലേ. 18 മല ചവിട്ടാൻ ഭാഗ്യം ലഭിച്ച ഒരു കുഞ്ഞു മാളികപ്പുറത്തിനെ പരിചയപ്പെടാം ഇനി. 9 വയസ്സുകാരി നവനീതുവാണ് ഇന്നത്തെ താരം. തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശിയായ നവനീതു ഇന്ന് 18ാമത്തെ മല ചവിട്ടുകയാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ അയ്യപ്പനെ കണ്ടു തൊഴുത വിശേഷങ്ങളാണ് നവനീതുവിന് പങ്കുവയ്ക്കാനുള്ളത്. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛന്റെ കയ്യും പിടിച്ച് അയ്യപ്പനെ കാണാൻ പോയ ഓർമ്മകളാണ് നവനീതുവിന് പറയാനുള്ളത്. എൻ്റെ പേര് നവനീതു. ഞാൻ 4ാം വയസ്സിലാണ് ശബരിമലയിൽ പോയിരുന്നത്. ശബരിമലയിൽ പോയിരുന്നപ്പോൾ പമ്പയിൽ കുളിക്കും. എൻ്റെ കൂടെ കാശിച്ചേട്ടനും ഉണ്ടായിരുന്നു. കാശിച്ചേട്ടൻ്റെ കൂടെ പമ്പയിൽ കളിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ശബരിമലയിൽ പോയി ഫസ്റ്റ് കാണാൻ പറ്റാത്തത് കൊണ്ട് അച്ഛനായിരുന്നു തോളിലിരുത്തി കൊണ്ടുപോയത്. 18 മലകൾ ചവിട്ടിയത് അച്ഛനും ഒരു അത്ഭുതമായാണ് പങ്കുവയ്ക്കാനുള്ളത്. പമ്പയെ കുളിച്ചു കഴിഞ്ഞാൽ അവള് തന്നെയാണ് നടക്കണം. ഞാൻ ക്ഷീണം കൊണ്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നിരുന്നാലും ഇവള് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പറയും, എന്നെ ആരെങ്കിലും ഒറ്റയ്ക്ക് പോയി പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് എൻ്റെ കൂടെ നിർത്തുന്നത്. വേറെ ഒരു ആഹാരം കഴിക്കാനാ അങ്ങനെ നിർബന്ധം പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ പൊക്കം കുറവായതുകൊണ്ട് ഇവർക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ തോളിൽ കയറി ഇരുന്നിട്ട് ഭയങ്കര ഉച്ചത്തിൽ ശരണം വിളിക്കും. അപ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാം നോക്കി അത് കഴിഞ്ഞാൽ അപ്പോൾ പോലീസുകാരെങ്കിലും എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുപോകുക. അങ്ങനെ എല്ലാ മാസത്തിലും ഇവള് ഏറ്റവും ഫ്രണ്ടിൽ പോയി ഏതെങ്കിലും പോലീസുകാർ കൊണ്ടുപോയി തൊഴിച്ചിട്ട് വിട്ടുതരും. എല്ലാ വർഷവും ഈ കുഞ്ഞു മാളികപ്പുറം വ്രതാനുഷ്ഠാനങ്ങളെല്ലാം ചിട്ടയോടെ പാലിക്കാറുണ്ട്. മോള് 4ാമത്തെ വയസ്സിൽ 21 ദിവസത്തെ വ്രതം എടുത്താണ് മോൾ ആദ്യമായിട്ട് പോയി തുടങ്ങിയത്. അപ്പൊ പോയിട്ട് വന്നപ്പോൾ പിന്നെയും പോകണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞ് അപ്പൊ പിന്നെ ചേട്ടൻ സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. എല്ലാ മലയാള മാസം 1-ാം തീയതി ശനി ഞായറും വരുമ്പോൾ അവധിയുള്ള ദിവസം ശനി ഞായറും വരണ ദിവസമൊക്കെ നോക്കി സ്കൂൾ മുടങ്ങാതിരിക്കാനൂടെ നോക്കിയിട്ട് പോയി തുടങ്ങി. അവൾ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് പൊതുവെ ഏറ്റവും കൂടുതൽ വ്രതം എടുക്കാനാണ്. മലയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം വേണം വ്രതം എടുത്തോളും. അത് മലയ്ക്ക് പോകണേന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹവും. 18 തവണയും ശബരിമലയിൽ നിന്നും മലയിറങ്ങുമ്പോൾ ശരംകുത്തിമേട്ടിലെ ശരങ്ങളും പമ്പാ നദിയിലെ കല്ലുകളും നവനീതു കൂടെ കരുതും. പതിനേഴ് തവണയും ഒരേ മാലയിട്ടാണ് നവനീതു മല ചവിട്ടിയത്. കുഞ്ഞു മനസ്സിലെ അയ്യപ്പനോടുള്ള സ്നേഹമാണ് ഓരോ തവണയും നവനീതുവിനെ മല ചവിട്ടാൻ പ്രേരിപ്പിക്കുന്നത്. ക്യാമറമാൻ നിതിൻ എബിക്കൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. ഇനി ശബരിമലയിൽ എങ്ങും ഈ കുഞ്ഞു കാഴ്ചകളുണ്ട്, സന്തോഷം പകരുന്ന കാഴ്ചകൾ. അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. അയ്യനെ കണ്ടു മടങ്ങുന്ന സന്തോഷത്തിലാണ് ശബരിമലയിലെത്തിയ ഒരു കുഞ്ഞു മാളികപ്പുറം. വലിയ നടപ്പന്തലിലൂടെ ആനന്ദ നൃത്തമാടി ഓടി നടക്കുന്ന 4 വയസ്സുകാരി നൈവേദ്യയെ കാണാം. വിഷ്വൽ ജേർണലിസ്റ്റ് അനീഷ് കാട്ടാക്കടയുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലേക്ക്.
സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി കൂടുതൽ വാർത്തകൾ വരുന്ന ഒരു ദിവസം കൂടെയാണ്, പ്രത്യേകിച്ച് വഖഫ് വിഷയം. മുൻപത്തെ വഖഫ് അധിനിവേശത്തെ വിമർശിച്ച ഇടത് സഹയാത്രികനും മുൻ എംപിയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഭൂമി തങ്ങളുടേതെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന വഖഫ് ബോർഡ് രീതി തെറ്റി, വഖഫ് ഭേദഗതി ബില്ലിന് പിന്തുണയെന്നും സെബാസ്റ്റ്യൻ പോൾ ജനം ടിവിയോട്. സംസ്ഥാനമെമ്പാടും വഖഫ് ബോർഡ് ഭൂമി കയ്യേറ്റം തുടരുന്നതിനിടെയാണ് വിമർശനവുമായി ഇടത് സഹയാത്രികനും മുൻ എംപിയുമായ സെബാസ്റ്റ്യൻ പോൾ രംഗത്ത് വന്നത്. ഭൂമി തങ്ങളുടേതെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന വഖഫ് രീതി തെറ്റാണെന്നും വഖഫ് ഭേദഗതി ബില്ലിന് പിന്തുണയുണ്ടെന്നും സെബാസ്റ്റ്യൻ പോൾ ജനം ടിവിയോട് പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് വളരെ സുവ്യക്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ അവയെ അംഗീകരിക്കാതെ വഖഫ് എന്ന പേരിലോ മറ്റേതെങ്കിലും പേരിലോ മതസംബന്ധിയായ നിയമങ്ങളും വ്യവസ്ഥകളും അത് ആ മതവിശ്വാസത്തിൽ പെടാത്തവർ അനുസരിച്ചു കൊള്ളണം എന്നുള്ള ഒരു നിർബന്ധം, അതൊക്കെ വലിയ തോതിലുള്ള അപകടത്തിന് കാരണമാകും. മുനമ്പത്തും ചാവക്കാടും തുടങ്ങി പലയിടങ്ങളിലും വഖഫ് ബോർഡ് ഭൂമിയിന്മേൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പരാതിക്കാരെ കേൾക്കാതെയുള്ള ഏകപക്ഷീയ വഖഫ് ബോർഡ് തീരുമാനത്തെയും സെബാസ്റ്റ്യൻ പോൾ തുറന്നെതിർത്തു. ഇടതു വലതു മുന്നണികൾ എതിർക്കുന്ന വഖഫ് നിയമ ഭേദഗതിയാണ് സെബാസ്റ്റ്യൻ പോൾ പക്ഷെ പിന്തുണയ്ക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി വേണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഭേദഗതി ആവശ്യമുണ്ടെങ്കിൽ വരുത്തണം. ആ സമുദായത്തിൽപ്പെട്ടവർക്ക് ആ ഭേദഗതി ബില്ലിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. ജനം, കൊച്ചി. ജിജീഷ് തരുന്നുണ്ട്. ജിജീഷ്, എല്ലാ ആളുകളും പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, വഖഫ് നിയമം എന്നത് കരിനിയമം തന്നെയാണ്. അത് പറയാതെ പറഞ്ഞു വയ്ക്കുക തന്നെയാണ് ഇടത് സഹയാത്രികനും മുൻ എം പി കൂടിയായ സെബാസ്റ്റ്യൻ പോൾ. വഖഫ് അധിനിവേശത്തെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയല്ലേ സെബാസ്റ്റ്യൻ പോൾ വിമർശിച്ചിരിക്കുന്നത്? രജനി, ഇക്കാര്യത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇടത് സഹയാത്രികൻ, മുൻ എം പി, ഒരു കാലത്ത് CPM-ന്റെ അല്ലെങ്കിൽ CPM സഹയാത്രികനിലെ പ്രധാനപ്പെട്ട മുഖം തന്നെയായി ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആ വാസ്തവം വിളിച്ചു പറയാൻ തയ്യാറായിരിക്കുന്നു. അവിടെ ഇടതു മുന്നണിയുടെ നിലപാടുകൾക്കപ്പുറം CPM-ന്റെ നിലപാടുകൾക്കപ്പുറം സെബാസ്റ്റ്യൻ പോൾ കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. ഇത് ഒറ്റപ്പെട്ട ശബ്ദമാണ് എന്ന് കരുതാൻ കഴിയില്ല. പാർട്ടിക്കകത്ത് തന്നെ, CPM-നകത്ത് തന്നെ, ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഇത് ചോദ്യം ചെയ്യുന്ന വലിയൊരു ജനവിഭാഗം അല്ലെങ്കിൽ വലിയൊരു നേതാക്കളുടെ നേതൃനിരയുണ്ട്. പക്ഷേ അവർക്കൊന്നും പുറത്തേക്ക് കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല. അവരെയെല്ലാം അടക്കി നിർത്തുന്ന, അവരുടെ എല്ലാം ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഒരു വലിയ നേതൃത്വം CPM നേതൃസ്ഥാനത്തും കോൺഗ്രസിന്റെ നേതൃസ്ഥാനങ്ങളിലുമുണ്ട്. അങ്ങനെയാണ് സെബാസ്റ്റ്യൻ പോൾ സത്യസന്ധമായി കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറായത്. അദ്ദേഹം പറയുന്നു, വഖഫ് അധിനിവേശത്തെ ചെറുക്കേണ്ടത് തന്നെയാണ്, അവിടെ മുന്നിട്ടിറങ്ങേണ്ടതാണ്. ആ വഖഫ് അധിനിവേശം ചെറുക്കപ്പെടണം. മാത്രമല്ല അതിനെ എതിർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വഖഫിന്റെ കരിനിയമങ്ങളെ തച്ചുടക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനാണ് തന്റെ പിന്തുണ എന്ന കാര്യം അദ്ദേഹം പറയുന്നു. എന്ത് ന്യായമാണ് ഇക്കാര്യത്തിൽ വഖഫ് ബോർഡ് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ളത്? ഏത് ഭൂമിയും തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടാൻ വഖഫിന് എന്ത് അധികാരം എന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൃത്യമായി തന്നെ വഖഫ് നിയമങ്ങൾ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ പാർട്ടിക്ക് അതീതമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് വലിയ കൂച്ചുവിലങ്ങളുണ്ട്, വലിയ ചങ്ങലക്കെട്ടുകളുണ്ട്. എങ്കിൽ കൂടി ആ ചങ്ങലക്കെട്ടുകൾക്കും അപ്പുറം അദ്ദേഹം കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു എന്നത് തന്നെയാണ് കൃത്യമായി. കാരണം ഇത് ഏതെങ്കിലും ഒരു വിഭാഗം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. അങ്ങനെയാണ് കത്തോലിക്ക സഭയാണെങ്കിലും അല്ലെങ്കിൽ വിവിധ ക്രൈസ്തവ സഭകളാണെങ്കിലും പ്രതിഷേധ രംഗത്തുണ്ട്. ഹൈന്ദവ സമുദായ സംഘടനകൾ ഈ രംഗത്ത് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. അവരെല്ലാവരും തന്നെ മുന്നോട്ട് വെക്കുന്ന അതേ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പാർലമെന്റേറിയൻ, ഏറെക്കാലം പാർലമെന്റേറിയൻ ആയിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയാണ് അവിടെ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കണം, ഈ ശൈത്യകാലത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ ബില്ല് പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്ന, ഒപ്പം തന്നെ സംയുക്ത പാർലമെന്ററി സമിതി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ആ സംയുക്ത പാർലമെന്ററി സമിതിയിൽ തന്നെ പല ഘട്ടങ്ങളിലും ഇടത് വലതു മുന്നണികൾ ശക്തമായ എതിർപ്പ് ഉയർത്തിയ വഖഫ് ഭേദഗതി ബില്ല്, ആ ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ടാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ആ ബില്ലിന് ഏറ്റവും ഒടുവിൽ അത് ഈ ശൈത്യകാല സമ്മേളനത്തിൽ പാസ്സാക്കുമെന്ന്, ശീതകാല സമ്മേളനത്തിൽ പാസ്സാക്കുമെന്ന കൃത്യമായ നിലപാട് വന്നപ്പോൾ പോലും അതിനെ എതിർക്കുകയും
നീട്ടുകയായിരുന്നു ഇടതു വലത് മുന്നണികൾ പ്രധാനമായും ചെയ്തത്. അത് നീട്ടിക്കൊണ്ടു പോകാനും അതിൽ ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഇനിയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ ഒരു നിലപാട് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നത്. ഈ വഖഫ് അധിനിവേശം ചെറുക്കപ്പെടണം, അവിടുത്തെ ജനതയുടെ സമരമുഖത്തുള്ള ജനതയുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകണം, ഇത്തരത്തിൽ ഭൂമി കുടിയൊഴിയേണ്ട ആളുകളുടെ ശബ്ദത്തിന് പ്രാധാന്യം നൽകണം, അവരെ കൂടി കേട്ടുകൊണ്ട് ആണ് മുന്നോട്ട് പോകേണ്ടത്. സ്വാഭാവികമായും ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു വഖഫുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കണം, എന്നാൽ അത് കേൾക്കുന്നതോടൊപ്പം തന്നെ ഈ ജനതയെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വഖഫ് ഏത് ഭൂമിയിലും അവകാശം ഉന്നയിക്കുന്ന ഒരു രീതി അത് ശരിയായ രീതിയല്ല, അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കുന്നു. BJP നേതൃത്വം നൽകുന്ന BJPയും ഒപ്പം തന്നെ പരിവാർ സംഘടനകളും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അല്ലെങ്കിൽ ഈ വഖഫ് വിഷയത്തിലെ അവരുടെ കൃത്യമായ നിലപാടുകളെ പിന്തുണക്കുക കൂടിയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചെയ്യുന്നത്. ഒരു കാര്യം ഇതിലൂടെ വ്യക്തമാണ്, CPM-നകത്ത് തന്നെ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഒപ്പം തന്നെ UDF-ലെ പോലും ഒരു വിഭാഗം ആളുകൾ അവരുടെ ഈ ചെയ്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വഖഫ് ബോർഡിനെ അനാവശ്യമായി പിന്തുണയ്ക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർക്കൊപ്പം നിലകൊള്ളുന്ന ആ സാധാരണക്കാരായ ജനതയെ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് പറയുന്ന ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഇടതു വലത് മുന്നണികളെ എതിർക്കാൻ തയ്യാറാകുന്നു. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ നീതിക്കായുള്ള പോരാട്ടത്തിൽ അവർ ഒറ്റപ്പെട്ടവരല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ സെബാസ്റ്റ്യൻ പോളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പരിമിതികളുണ്ട്, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പോളിനെ പോലെ ഇടതു സഹയാത്രികരായി നിന്നുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്ന പല ഘട്ടങ്ങളിലും ചില കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരികയും അങ്ങനെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അനഭിമതനാകുകയും എല്ലാം ചെയ്തിട്ടുള്ള ആ സെബാസ്റ്റ്യൻ പോൾ തന്നെ പറയുന്നു അവിടെ ഈ ഒരു കാര്യത്തിൽ തന്റെ കൃത്യമായ നിലപാട് പറയുന്നു. കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ സമാനമായ നിലപാടുകൾ തീർച്ചയായിട്ടും ചട്ടക്കൂടുകളൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നത്. ഭൂമി തങ്ങളുടേതെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന വഖഫ് ബോർഡ് രീതി തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം വഖഫ് ഭേദഗതി ബില്ലിന് പിന്തുണയർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുൻ MP-യും ഇടത് സഹയാത്രികനുമായ സെബാസ്റ്റ്യൻ പോൾ. ജിജീഷ് കർണാകരനാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇനി നെഞ്ചിരിപ്പോടെ കാത്തിരിക്കുകയാണ് മുന്നണികൾ. നാളെയാണ് എന്ന് ലോട്ടറി വിൽപ്പനക്കാർ പറയും പോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ പോകുന്നത് നാളെയാണ്. ആ വിശേഷങ്ങളൊക്കെ തന്നെ നോക്കാം. രജനി, നമ്മുടെ കമന്റ് ബോക്സുകൾ വളരെ സജീവമായി തുടരുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ പ്രകാശൻ വേലുക്കുട്ടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല ഭാരതം മുഴുവൻ ലാൻഡ് ജിഹാദ് ഉണ്ട് എന്നുള്ള കാര്യം പലവട്ടം നമ്മൾ പല പ്രാവശ്യം പല റിപ്പോർട്ടുകളിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്. ഒന്നല്ല രണ്ടല്ല, കോയമ്പത്തൂർ, പലയിടങ്ങൾ, കർണാടക, അങ്ങനെ എല്ലായിടത്തുമുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, ജിഹാദി നിയമം അത് എടുത്തു കളയുക തന്നെ വേണം, കടലിൽ കളയണമെന്ന്. ഒപ്പം സെബാസ്റ്റ്യൻ പോളിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ പോളിന് ഇന്നലെയാണ് നേരം പുലർന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പറയുന്ന ആ ഒരു പദപ്രയോഗം തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. പല ചട്ടക്കൂടുകളൊക്കെ തന്നെയുണ്ട്, അതൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ടാണ് അദ്ദേഹം തുറന്നു പറയാൻ കഴിയുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത്, വഖഫ് അധിനിവേശത്തിനിരയായവർക്കൊപ്പം നിൽക്കുന്നത്. പിന്നെ ഇനി പല നേതാക്കളും തുറന്നു പറയും, അത് തന്നെയാണ് വേണ്ടത്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് ജീവിക്കാനുള്ള ഒരു അവകാശമാണ്. അത് നേടിയെടുക്കുവാൻ വേണ്ടി എല്ലാ നേതാക്കളും ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ വേണം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇനി നമുക്ക് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നോക്കാം. ഹിതമറിയാൻ ഒരു നാൾ. പാലക്കാട്, ചേലക്കര, വയനാട് മണ്ഡലങ്ങളിൽ നാളെ വോട്ടെണ്ണൽ. ആത്മവിശ്വാസത്തിൽ മുന്നണികൾ. ഇത്തവണ പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണി മുതലാണ് പാലക്കാട് എന്ന് ശിവദാസ് കൺമനം. ഒപ്പം മൊത്തത്തിലൊരു വിവരം നൽകാനായിട്ട് പ്രജിത് മോഹനും ചേരുന്നുണ്ട്. ആദ്യം പ്രജിത്തിലേക്ക് പോയിട്ട് ശിവദാസിലേക്ക് എത്താൻ തോന്നുന്നുണ്ട്. പ്രജിത്ത്, ഉപതെരഞ്ഞെടുപ്പ് വലിയ രീതിയിലുള്ള ഒരു ആവേശം തന്നെയായിരുന്നു. പ്രചാരണം പല വിവാദങ്ങളും ഉണ്ടായിരുന്നു ഇതിനിടയിൽ തന്നെ. അപ്പോഴൊക്കെയും NDA അവരുടെ നിലപാടുകളുമായിട്ട് വികസന പ്രചാരണങ്ങളുമായിട്ടാണ് മുന്നേറിയത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പാലക്കാട്ടെയും ചേലക്കരയിലെയും വയനാട്ടിലെയും NDA സ്ഥാനാർത്ഥികൾ. മൊത്തത്തിൽ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. വളരെ
വളരെ സജീവമായൊരു ഉപതെരഞ്ഞെടുപ്പ് കാലം തന്നെയാണ് കടന്നുപോയതെന്നുള്ളതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് വളരെ കോർഡിനേറ്റഡായി 3 മുന്നണികളും വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു സമയം. വിജയസാധ്യതകൾ ചിലർക്ക് കൽപ്പിക്കപ്പെടുന്നെങ്കിലും ശരി, വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണെന്നുള്ള പ്രതീതികൾ തന്നെ ഉയർന്നു. സാധ്യതകൾ തീരെയില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒരു പ്രചാരണ സമയത്ത് പലവട്ടം പല മുന്നണികളും മുന്നിലെത്തുകയും പിന്നിൽ പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് പാലക്കാടും ഒന്ന് വയനാടുമാണ്. പാലക്കാട് മണ്ഡലത്തിലെ ഒരു ശക്തമായ ത്രികോണ പോരും നടന്ന മണ്ഡലം എന്ന രീതിയിലാണ് അതിനെ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ BJPക്ക് കേരളത്തിൽ നിലവിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമാണ്. BJP ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രവചിക്കപ്പെടുന്ന മണ്ഡലമാണ് പാലക്കാട് എന്നുള്ളത് അറിയാം. അതോടൊപ്പം തന്നെയാണ് വയനാട്. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുമ്പോഴും വലിയ രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ച BJP മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കണ്ടു. ആദ്യഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്ന ഒരു ഈസി വാക്ക് ഓവർ അല്ല വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് എന്നുള്ള രീതിയിലേക്കൊക്കെ ചർച്ചകൾ ഒരു ഘട്ടത്തിൽ പോകുന്നത് പോലും നമ്മൾ കണ്ടു. പക്ഷേ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് BJP ക്യാമ്പുകളിലെ പ്രതീക്ഷ. ചേലക്കരയിലേക്ക് വരുമ്പോഴും ഒരു അട്ടിമറി സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമായി ഇപ്പോൾ ചേലക്കര മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി CPM ജയിച്ചു കയറുന്ന മണ്ഡലമാണെങ്കിലും മണ്ഡലത്തിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ പുതിയ സാഹചര്യത്തിൽ ഒരു ശക്തമായ മത്സരം തന്നെ നടക്കുന്ന മണ്ഡലമായി ചേലക്കര മാറിയിരിക്കുന്നു. BJPയുടെ സാന്നിധ്യം 2 മുന്നണികളുടെയും ഉറക്കം കെടുത്തുന്നു എന്നുള്ളതാണ് ചേലക്കരയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിലത്തെ സാഹചര്യം നമുക്ക് കണക്കുകൾ വെച്ചൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2011 ഉണ്ടായിരുന്നൊരു ഏകപക്ഷീയമായ നില ഇപ്പോൾ ചേലക്കരയിലൊന്നും ഇല്ല എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. 2011 BJPയുടെ വോട്ട് നിലയിൽ നിന്നുള്ള വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി അവിടെ ചേലക്കരയിൽ പ്രവചിക്കപ്പെടുന്നത്. 2011 7,000-ഓളം വോട്ടുകൾക്ക് മാത്രമുണ്ടായിരുന്ന മണ്ഡലത്തിൽ 2016 അത് 23,000-ലേക്കും 2021 24,000-ലേക്കും വളർന്നു കയറിയിരുന്നു. ഇത്തവണ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭരണപരമായ വീഴ്ചകൾ തുടർച്ചയായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയായ വിഷയം എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ ചർച്ചയായ ഒരു മണ്ഡലം എന്ന നിലയിൽ ഈ വോട്ട് ശതമാനത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സാധ്യമാകുമെന്ന് തന്നെയാണ് BJP ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ കൃത്യമായ മുന്നേറ്റം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായതിന് സമാനമായ ഒരു മുന്നേറ്റം ചേലക്കരയിൽ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് കാരണം ഒന്ന് സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലുള്ള ആഴത്തിലുള്ള പരിചയം, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനവും BJPക്ക് ഇപ്പോൾ ചേലക്കരയിലുണ്ട്. ഇതിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് BJPയും NDA ക്യാമ്പുകളും മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 3 മുന്നണികളും ഉള്ളത്. നമ്മളിനി പാലക്കാട്ടേക്ക് പോവുകയാണ്. അവിടെ നിന്നും ശിവദാസ് കൺമനം ചേരുന്നുണ്ട്. ശിവദാസ്, ആവേശം കൊട്ടിക്കയറിയ പ്രചാരണം തന്നെ ആയിരുന്നു ഈ 35 ദിവസവും നമ്മൾ കണ്ടത്. നമ്മുടെ ഈ കമന്റ് ബോക്സിൽ വരുന്ന കാര്യങ്ങൾ തന്നെയുണ്ട്. പാലക്കാട് BJP വരും, മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇന്നലെ രാവിലെ C. കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥി ജനൻ TVക്കൊപ്പം ചേർന്നപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും ഇങ്ങനെ തന്നെയാണ്. ഒരു മാറ്റവും ഉണ്ടാകില്ല, NDA തന്നെ വരും പാലക്കാട്, ഞങ്ങൾക്ക് ആത്മവിശ്വാസം അത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ. കഴിഞ്ഞ ഒരു മാസത്തോളം ശിവദാസും പാലക്കാട് ഉണ്ടായിരുന്നു. എങ്ങനെയാകും നാളെ പെട്ടി തുറക്കുമ്പോൾ എന്താകും അവസ്ഥ? NDAയുടെ മുന്നേറ്റം തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും രജനി, ഈ 1.5 മാസത്തെ കടുത്ത പ്രചാരണത്തിന് ഒടുവിൽ ഇനി ഒരു ഒറ്റ ദിവസം മാത്രമാണ് വിധി അറിയാൻ ഉള്ളത്. അതായത് ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ വോട്ടെണ്ണി തുടങ്ങും. ആ ഒരു ദിവസത്തെ കാത്തിരിപ്പ് ആണ് ഇനി ബാക്കിയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കടുത്ത പ്രചാരണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 20-ാം തീയതി പാലക്കാട്ടെ ജനങ്ങൾ വിധി എഴുതി. ഇനിയുള്ള ഈ ഒരു 3 ദിവസത്തെ കാത്തിരിപ്പിൽ കൂട്ടിക്കിഴിക്കലും എല്ലാം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെയും മിഞ്ഞാന്നും എല്ലാം തന്നെ സ്ഥാനാർത്ഥികളും വോട്ടർമാരും നേതാക്കളും എല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു കൂട്ടിക്കിഴിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ബൂത്തുകളിലും ഓരോ പഞ്ചായത്തുകളിലും നഗരസഭയിലും അടക്കം എത്രത്തോളം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്, എത്ര ശതമാനത്തോളം വോട്ടുകൾ ഉണ്ട്, കഴിഞ്ഞ തവണ എത്രത്തോളം വോട്ടുകളായിരുന്നു ലഭിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് താരതമ്യം പെടുത്തിയെല്ലാമുള്ള ഒരു കൂട്ടിക്കിഴിക്കലിൽ തന്നെയായിരുന്നു ഇന്നലെയും മിഞ്ഞാന്നും ഇന്നും എല്ലാം തന്നെ അത്തരത്തിലുള്ള കൂട്ടിക്കിഴിക്കലുമായി ആണ് സ്ഥാനാർത്ഥികളും വോട്ടർമാരും എല്ലാം തന്നെ ഇപ്പോൾ നിലവിലുള്ളത്. ഇനി ഈ ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പാണ്
ഉള്ളത്. നമുക്കറിയാം പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് 3 പഞ്ചായത്തുകളും നഗരസഭയും ഉൾപ്പെടുന്നതാണ്. കണ്ണൂർ, മാത്തൂർ, പിരായിരി പഞ്ചായത്തും പാലക്കാട് നഗരസഭയും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഈ കടുത്ത പോരാട്ടം തന്നെയാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 3859 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്നും UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ വിജയിച്ചത്. 2021 വിജയിച്ചത്. പിന്നീട് അദ്ദേഹം വടകരയിലേക്ക് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിനായി പോവുകയും അവിടെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് വഴി ഒരുങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി പാലക്കാട് നിയമസഭാ മണ്ഡലം സാക്ഷിയായത്. അതിൽ ഒരു വലിയ എതിർപ്പ് പാലക്കാട്ടെ ജനങ്ങൾക്ക് ഉണ്ട്. കാരണം ഈ ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ 2ാമത്തെ പ്രാവശ്യമാണ് അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. ജനങ്ങൾക്കിടയിലും അത്തരത്തിലുള്ള വിമർശനം ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഇനി ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പാണ് ഉള്ളത്. നിരവധി വിവാദ വിഷയങ്ങൾ ഉയർന്ന ഒരു പ്രചാരണം കൂടിയായിരുന്നു ഈ 1.5 മാസക്കാലം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇടത് വലത് മുന്നണികളിൽ അത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ആദ്യം UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ UDFിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരുന്നു. AK ഷാനിബ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എതിർപ്പുമായി രംഗത്ത് വന്നു, പാർട്ടി വിട്ടു. ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ കൂടിയായിരുന്ന ഡോക്ടർ P സരിൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ചു. എന്തായാലും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്ന. ജനവിധി എന്താണ് എന്ന് നാളെ അറിയാം. 8 മണി മുതലാണ് വോട്ടെണ്ണൽ. സമഗ്ര കവറേജുമായി ജനം TV സംഘവുമുണ്ട്. പാലക്കാട്, ചേലക്കര, വയനാട് ഒക്കെ നിന്നും. ഒപ്പം മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഒക്കെ തന്നെ അറിയാം. നാളെ വരാനിരിക്കുന്ന മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തൽ. വഖഫ് ഭേദഗതി ബില്ല് ഉൾപ്പെടെ പരിഗണിക്കുന്ന പാർലമെന്റ് ശൈത്യകാല സമ്മേളനം ഈ മാസം 25-ന് ആരംഭിക്കാനിരിക്കെയാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും BJP വൻ നേട്ടമുണ്ടാക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, നമുക്കറിയാം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തേക്ക് വന്നപ്പോൾ അതിൽ BJPയുടെ മുന്നേറ്റം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഫലപ്രഖ്യാപനം എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. കാരണം രാജ്യത്ത് പലയിടങ്ങളിലായി വഖഫ് അധിനിവേശം അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം, അതിൽ കൃത്യമായ ജനവിധി ഉണ്ടാകുമോ, അല്ലെങ്കിൽ BJP വന്നാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസം അതുതന്നെയായിരിക്കാം നാളെ പുറത്തേക്ക് വരുന്നത്, അല്ലേ? ദേവിക, മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും 2 സംസ്ഥാനങ്ങൾക്കൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ, അതിൻ്റെ കൂടി ഫലം നാളെ പുറത്തു വരുമ്പോൾ മഹാരാഷ്ട്രയുടെയും ജാർഖണ്ഡിൻ്റെയും എക്സിറ്റ് പോളുകൾ BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. നേരത്തെ BJP നടത്തിയ ആഭ്യന്തര സർവേയിൽ പാർട്ടി തന്നെ വിവിധ ഏജൻസികളെ വെച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നടക്കുന്ന ഘട്ടങ്ങളിലും സർവേ നടത്തിയിരുന്നു. ആ സർവേയിലും BJPക്ക് വലിയ മുൻതൂക്കമാണ് ഈ 2 സംസ്ഥാനങ്ങളിൽ ലഭിക്കുക എന്ന സംഘടനാ സംവിധാനത്തിനകത്ത് തന്നെ കൃത്യമായ വിലയിരുത്തലും റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അതിനാൽ വലിയ ആത്മവിശ്വാസത്തോടെയാണ് നാളത്തെ ആ ഒരു പുലരിക്കായി രാജ്യത്തെമ്പാടുമുള്ള BJP ക്യാമ്പുകൾ കാത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മഹാരാഷ്ട്രയിൽ 100% വിജയം BJP ഇതിനകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം BJP ആകും ഏറ്റെടുക്കുക. കാരണം നിലവിൽ 2022 മുതൽ അവിടെ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ സർക്കാരാണ്. വലിയ കക്ഷി BJP ആണ്. 105 സീറ്റാണ് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. പക്ഷേ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് അവിടെ മുഖ്യമന്ത്രി സ്ഥാനം ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെയ്ക്ക് നൽകിയിരുന്നു. പക്ഷേ ഈ തവണ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് BJP ആണ്. കൂടുതൽ സീറ്റുകളുള്ള പാർട്ടി എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ BJP ഏറ്റെടുക്കും. ദേവേന്ദ്ര ഫട്നാവിസ് ആകും മുഖ്യമന്ത്രിയായി മഹാരാഷ്ട്രയിൽ ചുമതല ഏൽക്കുക. എന്തായാലും നാളത്തെ ആ ഒരു ദിവസം നമുക്ക് എത്ര സീറ്റുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുമെന്നതും മഹാരാഷ്ട്രയിൽ ഏവരും ഉറ്റുനോക്കുന്നതാണ്. കാരണം NCPയും ശിവസേനയും 2ആയി പിളർന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതിനാൽ ഏത് ശിവസേനയ്ക്കാണ്
ഏത് ശിവസേനയ്ക്കാണ് ജനങ്ങൾക്കിടയിൽ സ്വാധീനം, ഏത് NCPക്കാണ് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം എന്നത് തിരിച്ചറിയുവാൻ കൂടി കഴിയുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് പുറത്തു വരാൻ പോകുന്നത്. ജാർഖണ്ഡ് നേരത്തെ തന്നെ BJP അവിടെ സർക്കാർ രൂപീകരിക്കാൻ പറ്റും എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഭരണവിരുദ്ധ വികാരം ആ സംസ്ഥാനത്ത് വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ കുടുംബത്തിനുമൊക്കെ എതിരെ ജനങ്ങൾക്കിടയിൽ വലിയ അമർഷം നിലനിൽക്കുന്നുണ്ട്. തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ മറ്റ് ഭരണ പ്രതിസന്ധിയും ഒക്കെ കഴിഞ്ഞ 5 വർഷം ജാർഖണ്ഡിൽ സംഭവിച്ചിരുന്നു. മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോകുന്ന പശ്ചാത്തലമുണ്ടായി. അപ്പോൾ ഇതൊക്കെ മുഖ്യ പ്രതിപക്ഷമായി പ്രവർത്തിച്ച BJPക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ ബാബുലാൽ മറാണ്ടിയുടെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് 51 സീറ്റ് നേടിക്കൊണ്ട് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തോടുകൂടി ജാർഖണ്ഡിൽ BJP സർക്കാർ രൂപീകരിക്കും എന്നാണ്. വോട്ടിംഗ് ദിവസത്തിലായിരുന്നു ബാബുലാൽ മറാണ്ടിയുടെ ഈ ഒരു പ്രതികരണം. അന്ന് വൈകുന്നേരം പുറത്തു വന്ന എക്സിറ്റ് പോളുകളും ചൂണ്ടിക്കാണിച്ചത് BJP 47-നും 52-നുമൊക്കെ ഇടയിൽ സീറ്റ്, അതായത് 81-അംഗ ജാർഖണ്ഡ് നിയമസഭയിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നതാണ്. അപ്പോൾ പാർട്ടി സംവിധാനം നടത്തിയ പഠനങ്ങളിൽ BJP ക്യാമ്പിന് ലഭിച്ച കണക്കുകളും എക്സിറ്റ് പോളുകൾ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകളും ഏതാണ്ട് സെയിമാണ്. അതിനാൽ തന്നെ ഈ എക്സിറ്റ് പോൾ ഫലത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. ദേവിക, നാളെ അറിയാം ആരായിരിക്കും വാഴുക, ആരായിരിക്കും വീഴുക എന്നുള്ളത്. എന്തായാലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്ത്യ തന്നെ അധികാരത്തിലേറുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. മിക്കവാറും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ രാഷ്ട്രീയത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതായത് മഹായുതി സഖ്യം തന്നെ ആയിരിക്കും വരാൻ പോകുന്നെന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. ഗൗതമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി ലോക്മന്ദൻ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ലോക്മന്ദൻ 2024 ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിക്കും. ഹൈദരാബാദിൽ ശില്പകലാവേദികയിൽ നടക്കുന്ന ചടങ്ങിൽ 2500-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ജിഷ്ണു ചേരുന്നുണ്ട് തെലങ്കാനയിലെ ഭാഗ്യനഗറിൽ നിന്നും. ജിഷ്ണു, 4ാമത്തെ പതിപ്പാണ് ലോക്മന്ദൻ ഭാരതത്തിൽ. ഇപ്പോൾ തന്നെ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് നിർവഹിക്കുന്നത്. എപ്പോഴായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ, മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, നമുക്കറിയാം സാംസ്കാരിക പരിപാടികളടക്കം നടക്കുന്നു. ഇന്നലെ നടന്ന സാംസ്കാരിക പരിപാടികൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെയധികം ശ്രദ്ധേയമായി തുടർന്നു എന്നുള്ളതാണ്. ജിഷ്ണു അവിടെ നിന്ന് തുടരുന്നുണ്ട്. ജിഷ്ണു, ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കാരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രജനി, ദേവിക, ഗുഡ് മോർണിംഗ്. ലോക്മന്ദനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ലോക്മന്ദൻ 2024 ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിക്കുകയാണ്. ഇന്നലെ ലോക്മന്ദനുമായി ബന്ധപ്പെട്ട പ്രദർശനിയുടെ ഉദ്ഘാടനം മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു നിർവഹിച്ചിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് 2500-ലധികം ആളുകൾ, ഒപ്പം 1500-ലധികം കലാകാരന്മാർ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. തനത് കലാരൂപങ്ങൾ, നമ്മൾ സാധാരണ സ്റ്റേജുകളിൽ കാണുന്ന കലാരൂപങ്ങൾക്കപ്പുറത്തേക്ക് മുൻകാലങ്ങളിൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യവുമായി ചേർന്ന് നിന്നിരുന്ന അതിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന തനത് കലാരൂപങ്ങൾ, വനവാസികൾക്കിടയിലുള്ള ഗോത്രവിഭാഗങ്ങൾക്കിടയിലുള്ളതും ഒപ്പം പഴയ കലാരൂപങ്ങൾ പുനരാവിഷ്കരിച്ചുകൊണ്ട് അത് പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക, ഒപ്പം രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ മുൻപോട്ട് പോക്കുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചർച്ചകൾ, ഇവയെല്ലാമാണ് ലോക്മന്ദനെ സമ്പന്നമാക്കുന്നത്. 2016 ഭോപ്പാലിൽ ആരംഭിച്ച് 2024 ഹൈദരാബാദിൽ തെലങ്കാനയിലെ ഭാഗ്യനഗറിലേക്ക് എത്തുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായി ലോക്മന്ദനെ മാറ്റുന്നതും ഈ സവിശേഷതകളാണ്. ഇന്ന് ലോക്മന്ദന്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്ന പ്രദീപ് നമ്പ്യാർ കൂടെയുണ്ട്. നമസ്കാരം. ഇന്ന് ലോക്മന്ദനെ സംബന്ധിച്ചേറെ പ്രധാനപ്പെട്ട ദിവസം. എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ? എന്തൊക്കെ ഈ ഒരു ഉദ്ഘാടനത്തിന് ശേഷം എന്തെല്ലാം പരിപാടികൾ? പറഞ്ഞ പോലെ ഭാരതത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവത്തിൻ്റെ കൊടിയേറ്റം അല്പസമയത്തിനുള്ളിൽ നടക്കും. രാഷ്ട്രപതി ഇപ്പം ഉദ്ഘാടനം നിർവഹിക്കും. രാജ്യത്തൊന്നും 1500-ഓളം ഡെലിഗേറ്റ്സും അതുകൂടാതെ ഇത്തവണ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ആർട്ടിസ്റ്റുകളും രാമായണം അതുപോലെയായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിസ്റ്റുകളുള്ള എല്ലാ പ്രോഗ്രാംസും ഇന്നിവിടെ അരങ്ങേറും. ഇന്നലെ പ്രദർശനിയുടെ ഉദ്ഘാടനം ആരംഭിച്ചു കഴിഞ്ഞു. 24 വരെ ഉള്ള വിവിധ കൾച്ചറൽ പരിപാടികൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ശരിക്കും ഒരു ഉത്സവ അന്തരീക്ഷമാണ്. ഇപ്പം പറഞ്ഞ പോലെ ഭാരതത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത്.
തീർച്ചയായും വലിയ രീതിയിലുള്ള ഉത്സവ ലഹരി തന്നെയാണ് ഭാഗ്യനഗറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം വിവിധ വേഷധാരികളായിട്ടുള്ള കലാകാരന്മാർ ഇന്ന് രാഷ്ട്രപതി വരുന്നതിന് അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് നമുക്ക് നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കലാകാരന്മാരെ ഒന്നും കാണിക്കാൻ സാധിക്കാത്തത്. വരും മണിക്കൂറുകളിൽ അടുത്ത ദിവസത്തിൽ അത്തരം ദൃശ്യങ്ങൾ, അവരുടെ കലാരൂപങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കശ്മീര ശൈവത്തിൽ മഹാകാളിയുടെ ഭാവങ്ങൾ ഈ വേദിയിൽ അരങ്ങേറി. ഒപ്പം പഞ്ചാബി ഭജൻസ്, അത്തരത്തിൽ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഇപ്പോൾ വിചാര കേന്ദ്രത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 2016 രാജ്യത്ത് പ്രജ്ഞാപ്രവാഹിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വൈചാരിക മേള ആരംഭിക്കുന്നത്. കഴിഞ്ഞ മേളകളിലെല്ലാം ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊരു മുഖ്യധാരയിലേക്ക് എത്തുന്നതും വലിയ സംസാര വിഷയമായി മാറും? 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പ്രജ്ഞാപ്രവാഹിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭാരതത്തിൻ്റെ പാരമ്പര്യ കലകളുടെയും പാരമ്പര്യ ജ്ഞാനത്തിൻ്റെയും ഒരു മഹോത്സവം ഓരോ വർഷത്തെയും പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇത് വളരെ ശക്തിയാർജിക്കുകയും വളരെ എല്ലാ ആളുകളിലേക്കും എത്തിച്ചേരുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഹൈദരാബാദിൽ വെച്ച് പ്രജ്ഞാപ്രവാഹിൻ്റെ ഈ വർഷത്തെ 2024 ലോക് മന്ഥൻ നടത്തുന്നത്. ലോക് എന്നാൽ ഫോക്ക് എന്നാണ് അർത്ഥം. നാടൻ അറിവുകൾ, നാടൻ കലകൾ, നാടൻ സംസ്കാരം, ഇങ്ങനെ വിശദമായ എല്ലാ മൂല്യങ്ങളിലും ഭാരതത്തിൻ്റെ വേരുകൾ കണ്ടെത്തുകയും ഭാരതത്തിൻ്റെ ജ്ഞാനപാരമ്പര്യം കണ്ടെത്തുകയും ആ അറിവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു ഉത്സവമാണ്. ഭാരതത്തിൻ്റെ വീണ്ടെടുക്കലാണ് ഒരർത്ഥത്തിൽ ഇത്തരം മഹാ ഉത്സവങ്ങളിലൂടെ അരങ്ങേറുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാജ്യത്തിനകത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും, അർമേനിയ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ അവിടുത്തെ നാടൻ കലാകാരന്മാരും അറിവ് അന്വേഷിച്ചെത്തുന്നവരും ഭാരതത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. ഇന്നിപ്പോൾ രാവിലെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതി മുർമു ജി ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനുശേഷം 3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ കലാപരിപാടികൾ, വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ എല്ലാം ഇവിടെ നടക്കും. ഇത് ഭാരതത്തെ കണ്ടെത്താനും ഭാരതത്തെ വീണ്ടെടുക്കാനുമുള്ള പ്രജ്ഞാപ്രവാഹിൻ്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ വിചാര കേന്ദ്രം പോലുള്ള സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നടക്കുന്ന കാര്യമാണ്. ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു ഞാൻ. ഭാരതത്തിൽ ഇനി നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള എല്ലാ ആളുകളെയും ഈ പ്രജ്ഞാപ്രവാഹിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ലോക് മന്ഥനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം പരിപാടികളുടെ ഉദ്ദേശം. നമുക്കറിയാം, രാജ്യത്ത് കുറച്ച് വർഷങ്ങളായി നടക്കുന്ന ഒരു പരിവർത്തനം, രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ മികവോടുകൂടി ഭാരതത്തെ മുൻപോട്ട് നയിക്കുക എന്ന വളരെ കൃത്യമായ നയമാണ് നിലവിൽ ഭാരതം സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ അരങ്ങേറുന്നത്. എന്തായിരുന്നു നമ്മുടെ സ്വത്വം എന്നുള്ളത് പുതുതലമുറയെ ഓർമ്മിപ്പിക്കുന്നതും ആ സ്വത്വത്തിൻ്റെ പരിപാടികളാണെങ്കിലും ചർച്ചകളാണെങ്കിലും അത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടും ഒപ്പം കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുമാണ് ലോക് മന്ഥൻ പരിപാടി മുൻപോട്ട് പോകുന്നത്. ഇപ്പോൾ പ്രതിനിധികളെല്ലാം തന്നെ ഈ ഹൈദരാബാദിൽ ഭാഗ്യനഗറിൽ ശില്പകലാ വേദികയിലാണ് ഇന്ന് രാഷ്ട്രപതിയുടെ ഉദ്ഘാടനം, ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അവിടേക്ക് എത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് വലിയ പ്രദർശിനി ഒരുക്കിയിട്ടുണ്ട്. ഈ ലോക് മന്ഥനുമായി ബന്ധപ്പെട്ട് പാരമ്പര്യ കലാ വാദ്യോപകരണങ്ങൾ, ഒപ്പം അതുമായി ബന്ധപ്പെട്ട വിവിധ പ്രതിമകൾ, അത്തരത്തിലെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രത്യേക പ്രദർശിനി ഈ ലോക് മന്ഥനുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. അത് കാണുന്നതിന് വേണ്ടി മാത്രം ഒരു ദിവസം 1,00,000-ലധികം ആളുകൾ വന്നു പോകും എന്നുള്ളതാണ് പ്രജ്ഞാപ്രവാഹിൻ്റെ കണക്കുകൂട്ടൽ. അതിനനുസൃതമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ക്രമീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഈ വേദിക്ക് പുറത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ കൃത്യമായി തയ്യാറാക്കിയിട്ടുള്ള കുടിലുകളുടെ രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട്. അവിടങ്ങളിൽ പ്രദർശിനി നടക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലെയും അല്ലെങ്കിൽ ഓരോ മേഖലകളിലെയും പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ആരാധനാരൂപങ്ങൾ ഇവയെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രദർശനിയാണ് ഈ ലോക് മന്ഥനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അത് ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ലോക് മന്ഥൻ്റെ കലാവിരുന്നിനും തുടക്കമായി. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കലാവിരുന്നിന് തുടക്കമായിട്ടുള്ളത്. സാംസ്കാരിക ചർച്ചകൾ ഉൾപ്പെടെ
ഉച്ചയോടെ ലോക്മന്ദിൻ്റെ ഔദ്യോഗിക പരിപാടികൾക്കെല്ലാം തന്നെ ഇന്ന് രാഷ്ട്രപതി ഉദ്ഘാടനം നിർവഹിക്കും. ഇവിടെ നമുക്ക് പിറകിൽ കാണാൻ സാധിക്കും ഈ പ്രദർശനികൾ അല്പസമയത്തിനകം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കും. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ, അതായത് പ്രാദേശിക കലാരൂപങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന, ഇന്ന് നമുക്ക് അത്ര പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരസ്യമായ വേദികളിൽ കാണാൻ പോലും സാധിക്കാത്ത വാദ്യോപകരണങ്ങൾ, അവയെല്ലാം തന്നെ ഈ ഒരു പ്രദർശനിയുടെ ഭാഗമാണ്. അത്തരത്തിലൊരു ലോക്മന്ദിൻ്റെ ഉത്സവ ലഹരിയിലാണ് ഭാഗ്യനഗർ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. 2016 മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് പ്രജ്ഞാപ്രവാഹ് ആദ്യമായി ലോക്മന്ദൻ എന്ന ഈ വൈചാരിക മേളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് ജാർഖണ്ഡിൽ റാഞ്ചിയിലും കഴിഞ്ഞ തവണ അസാമിൽ ഗുവാഹത്തിയിലും എത്തി. ഇത്തവണ ദക്ഷിണ മേഖലയിൽ, ഭാരതത്തിൻ്റെ ദക്ഷിണ മേഖലയിൽ ഈ വൈചാരിക മേള നടത്തണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഹൈദരാബാദിലേക്ക് പ്രജ്ഞാപ്രവാഹ് ലോക്മന്ദനുമായി എത്തിയത്. കഴിഞ്ഞ ഒരു വർഷത്തോളം പ്രീ ലോക്മന്ദൻ എന്നുള്ള രീതിയിൽ ലോക്മന്ദൻ്റെ തയ്യാറെടുപ്പുകളും അതുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള പരിപാടികളും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഒരു 4 ദിവസം, ഇന്നലെ 21 മുതൽ 24 വരെയുള്ള 4 ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തെ വീണ്ടെടുക്കുക എന്ന കൃത്യമായ ആശയത്തിലൂന്നിക്കൊണ്ടുള്ള പരിപാടികളും കലാപരിപാടികളും വിശ്വമേകം ഭവദേഹ നീടം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് 2024 ലോക്മന്ദൻ തെലങ്കാനയിലെ ഭാഗ്യനഗറിൽ നടക്കുന്നത്. ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിക്കും. ആഘോഷ ലഹരിയിൽ തന്നെയാണ് ഭാഗ്യനഗർ. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. ഹൈദരാബാദിൽ നടക്കുന്ന ലോക്മന്ദൻ സാംസ്കാരിക ഉത്സവ വേദിയിൽ ശ്രദ്ധേയമായി നടി രചന നാരായണൻകുട്ടിയുടെ നൃത്തം. കശ്മീർ ശൈശവസത്തിൽ കാളിയുടെ ഭാവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള നൃത്തരൂപത്തിനാണ് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത്. ഭാഗ്യനഗറിൽ ലോക്മന്ദൻ 2024 കലാവിരുന്നിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് പ്രശസ്ത നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടിയുടെ നൃത്തരൂപം അരങ്ങേറിയത്. അഹം കാളിയസ്മി അഹം കാലസംകർഷിണി അഹം കാളിയസ്മി അഹം കാളിയസ്മി അഹം കാലസംകർഷിണി അഹം കാളിയസ്മി അഹം കാളിയസ്മി. ഞാൻ ഇന്നിവിടെ ചെയ്തത് കുച്ചിപ്പുടിയിൽ പ്രവേശതരു എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നിട്ടാണ്. പ്രവേശതരു എന്ന് പറയുമ്പോൾ പാത്രപ്രവേശതരു എന്നാണ് പറയുക. ഒരു കഥാപാത്രം എന്താണോ എങ്ങനെയാണോ അവർ തന്നെ വന്ന് അവരുടെ സവിശേഷതകൾ എന്താണെന്ന് അവർ തന്നെ കാണികളെ അറിയിക്കുന്ന ഒരു ആശയമാണത്. അപ്പോൾ ഇന്ന് ചെയ്തത് കാലസംകർഷിണി പ്രവേശമാണ്. വളരെ പരിമിതമായിട്ടുള്ള ഒരു അറിവാണ് ഇപ്പം നമുക്ക് ഭാരതീയർക്ക് കാലസംകർഷിണിയെ പറ്റിയുള്ളത്. ഒരു 1000-1500 വർഷങ്ങൾക്ക് മുൻപ് അഭിനവ ഗുപ്താചാര്യൻ്റെ സമയത്തെല്ലാം ഇതുണ്ടായിരുന്നു. അത് നമ്മൾ ഒന്നും കൂടി റിവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. കശ്മീർ ശൈവസത്തിൽ കാളിയുടെ ഹയസ്റ്റ് എംബോഡിമെൻ്റ് ആയിട്ടാണ് കാലസംകർഷിണിയെ കാണുന്നത്. കാളിയുടെ 12 ഭാവങ്ങളെയാണ് അത് വിലയിരുത്തുന്നത്. ഒബ്ജക്റ്റീവ്, കോഗ്നേറ്റീവ്, സബ്ജക്റ്റീവ് വേർഷൻസിലൂടെയുള്ള അതിൻ്റെ ഒരു മെലാഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സബ് കോൺഷ്യസ് അതിൽ നിന്നും ഉയർന്ന് ഒരു അൾട്ടിമേറ്റ് അവെയർനെസ്സിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് എന്താണോ അത് തന്നെയാണ് കാലസംകർഷിണി ചെയ്യുന്നത്. അപ്പോൾ കാളി തന്നെ വന്ന് ഞാൻ കാളിയാണ്, ഞാൻ ഇന്ന ഭാവങ്ങളിലൂടെ എല്ലാം നിങ്ങൾക്കുള്ളിലുണ്ട്, ഞാൻ കാരണം സമയവുമില്ല സ്പേസുമില്ല, ടൈം സ്പേസ് എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല. കാരണം ടൈമിനെ തന്നെ, സമയത്തിനെ തന്നെ ഒരു ചെറിയൊരു വറ്റ് പോലെ ഉള്ളിലേക്ക് വിഴുങ്ങുന്ന ഒരു സ്വഭാവമുള്ള പ്രകൃതമായിട്ടാണ് കാലസംകർഷിണി ഉള്ളത്. ഇന്ന് അതാണ് ഇവിടെ പെർഫോം ചെയ്തത്. കുച്ചിപ്പിടിയിൽ പ്രവേശധരു എന്ന ആശയത്തിലൂടെ വേദിയിൽ പകർന്നാടിയ മഹാകാളിയുടെ ഭാവങ്ങൾക്ക് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത്. ഹൈദരാബാദിലെ ലോക്മന്ദൻ വേദിയിൽ നിന്നും ടീം ജനം.
ഭരണഘടനയെ അവഹേളിച്ച കേസിൽ മന്ത്രി സജി ചെറിയാന് കുരുക്ക് മുറുകുമ്പോഴും രാജി ഒഴിവാക്കാൻ കിണഞ്ഞു ശ്രമിച്ച പിണറായി പക്ഷം. ജനുവരി 2ാം വാരം ആരംഭിക്കുന്ന CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം വരെ രാജി ഒഴിവാക്കുകയാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ലക്ഷ്യം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം ഇത്രയും വലിയൊരു വിവാദം ഉണ്ടായിട്ട് പോലും സജി ചെറിയാനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അന്നും ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴും ഇത് വീണ്ടും വിവാദമാകുന്നു, അല്ലെങ്കിൽ കോടതിയുടെ കൃത്യമായൊരു ഇടപെടൽ വീണ്ടും ഉണ്ടാകുന്നു എന്ന് കാണുമ്പോഴും പിണറായി വിജയൻ സർക്കാർ വീണ്ടും സജി ചെറിയാനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു പരാമർശമില്ലേ, വിലയിരുത്തലിൽ തന്നെ ഏറ്റവും പ്രധാനമായും വിമർശിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെയാണ്. പോലീസ് ഇതിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിയില്ല. ഇനിയെങ്കിലും അന്വേഷണം നടക്കുമ്പോൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറയുമ്പോൾ സജി ചെറിയാനെ സഹായിക്കുന്നതിന് വേണ്ടി കൃത്യമായി പോലീസ് ഇതിൽ ഒത്തുകളിച്ചു എന്നത് വ്യക്തമാണ്. ആ ഒരു പരാമർശത്തിലൂടെ അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും. അത് പിണറായി ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പിണറായി വിജയന് കൂടി ബാധകമായതാണ് ഇന്നലത്തെ വിമർശനം എന്നത് നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല. ഇത് മാറ്റിവെച്ചാൽ ഇപ്പോഴത്തെ പാർട്ടി സമ്മേളനം നടക്കുകയാണ്. പാർട്ടി സമ്മേളനത്തിൽ ആലപ്പുഴ പോലെ വളരെ ഭിന്നതയുള്ള, ഇല്ലെങ്കിൽ ഗ്രൂപ്പ് അതിശക്തമായ ഒരു ജില്ലയാണ് ആലപ്പുഴ. മുൻപ് VS-ഉമായിട്ടായിരുന്നു, ഇപ്പോരെങ്കിൽ അങ്ങനെ ആദ്യഘട്ടം മുതൽ തന്നെ പാർട്ടി ഗ്രൂപ്പ് ശക്തമായ ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആ ഒരു ജില്ലയിൽ നേരത്തെ VS പക്ഷമുണ്ടായിരുന്നു. G സുധാകരന്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക പക്ഷം നിലനിൽക്കുമ്പോൾ തന്നെ ഐസക്കിന്റെ വിഭാഗം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിനെയെല്ലാം ഒരേ കുടക്കീഴിൽ കൊണ്ടുവരിക, ഒറ്റ ഔദ്യോഗിക പക്ഷം ഇല്ലെങ്കിൽ ഇപ്പോൾ പിണറായി പക്ഷ ഗ്രൂപ്പാക്കി നിർത്തണം എന്ന കൃത്യമായ ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ, സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പിണറായി വിജയൻ സജി ചെറിയാനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നേരത്തെ ഏറ്റവും അവിടുത്തെ ഉന്നതനായ ഒരു നേതാവായി നിലനിന്നിരുന്ന G സുധാകരൻ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് താഴ്ത്തപ്പെടുന്നു. തോമസ് ഐസക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ പോകുന്നു. VS പക്ഷം സ്വാഭാവികമായും VS അനാരോഗ്യം കാരണം പാർട്ടിയിൽ സജീവമല്ലാതായതോടെ തന്നെ വിവിധ ഗ്രൂപ്പുകളിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ഇതിന് ശേഷം ഈ പാർട്ടിയെ ഒറ്റക്കെട്ടായി പിണറായിക്ക് പിന്നിൽ അണിനിരത്തുക എന്ന ഉത്തരവാദിത്തമായിരുന്നു സജി ചെറിയാനിൽ നിക്ഷിപ്തമായിരുന്നത്. ആ ഒരു നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ ആദ്യം മുതൽ തന്നെ വലിയ വെല്ലുവിളികൾ കുട്ടനാട്ടിലായാലും ചെങ്ങന്നൂർ ചെറിയനാട് ഭാഗങ്ങളിലൊക്കെ നിന്നായാലും എല്ലാം CPM അംഗങ്ങൾ ഇത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം CPIയിലേക്ക് ചേക്കേറുന്ന, കൂട്ടത്തോടെ ചേക്കേറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാവുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടിയുടെ വലിയ ശക്തി കേന്ദ്രങ്ങൾ പോലും CPM 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് BJP 1ഓ 2ഓ സ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം ഉടലെടുക്കുന്നു. അതിൽ തന്നെ ജാതീയ സമവാക്യങ്ങൾ മാറിമറിയുന്നു. ഇത്തരം ഒരു ഘട്ടത്തിൽ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ, ഇപ്പോൾ തന്നെ ഏരിയ സമ്മേളനങ്ങൾ 4-5 പൂർത്തിയായി കഴിഞ്ഞു. ബാക്കി ശേഷിക്കുന്ന ഏരിയ സമ്മേളനങ്ങൾ കൂടി പൂർത്തിയാക്കി ജനുവരി 11, 12 തീയതികളിൽ ഹരിപ്പാട്ട് വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ആ ഒരു ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ പാർട്ടിയെ പിണറായി പക്ഷത്ത് തന്നെ ഉറപ്പിച്ചു നിർത്താൻ സജി ചെറിയാന്റെ മന്ത്രി എന്ന ആ പവർ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നതാണ് പാർട്ടി കണക്കാക്കുന്നത്, ഇല്ലെങ്കിൽ പിണറായി പക്ഷം കണക്കാക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്നാൽ വലിയ തോതിൽ ഇവരുടെ പക്ഷത്ത് നിന്നും ആൾക്കാർ ചോരും മറുപക്ഷത്തേക്ക് പോകും എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള കിണഞ്ഞ ശ്രമം തന്നെയാണ് സജി ചെറിയാന്റെ രാജി ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് പാർട്ടിയിൽ നടക്കുന്നത്. ആലപ്പുഴയിൽ നമുക്കറിയാം 2001 ജില്ലാ സമ്മേളനം ഹരിപ്പാട്ട് വെച്ച് തന്നെയാണ് നടന്നതെന്നതും കൗതുകമാണ്. ആ ജില്ലാ സമ്മേളനത്തിലാണ് VS-ന്റെ അപ്രമാദിത്യം തച്ചുടച്ചുകൊണ്ട് G സുധാകരൻ ജില്ലാ സെക്രട്ടറി ആവുകയും VS പക്ഷത്തെ ഒരു തരത്തിൽ പറഞ്ഞ വെട്ടി നിരത്തിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായി പാർട്ടി ഔദ്യോഗിക പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ജില്ലാ വിഭാഗീയത നടന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ പേരിൽ G സുധാകരനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തൊന്ന് മാറ്റി അവിടെ MA ബേബിയെ കൊണ്ടുവന്നിരുന്നു. അന്നും അതിനുശേഷവും അടുത്ത സമ്മേളനത്തിൽ G സുധാകരൻ തന്നെ സെക്രട്ടറി ആയിക്കൊണ്ട് തിരിച്ചു വന്നു. ആ G സുധാകരൻ്റെ അപ്രമാദിത്യം എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടാണ് സജി ചെറിയാന്റെ നേതൃത്വത്തിലേക്ക് ആലപ്പുഴയിലെ പാർട്ടിയെ കൊണ്ടുവരുന്നത്. എന്നാൽ അത് ഗുണകരമാവണമെങ്കിൽ മന്ത്രിയായി തന്നെ മുന്നോട്ട് പോകണം എന്നതാണ് പാർട്ടി നേതൃത്വം കണക്കാക്കുന്നത്. അതിനു വേണ്ടിയുള്ള വലിയ ഒരു പെടാപ്പാടാവും വരും ദിവസങ്ങൾക്കാണ്. അതും ജനുവരി 11, 12 ആ ഒരു തീയതി വരെയെങ്കിലും
സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്ത് പിടിച്ചു നിർത്തുക എന്നത് പിണറായി പക്ഷത്തിന്റെ വലിയ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ സജീവമായിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ പാർട്ടി സമ്മേളനങ്ങൾ ഇതുവരെ കാര്യമായ ചർച്ച ഈ സജി ചെറിയാൻ്റെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായതിനു ശേഷം ശക്തമായി തന്നെ അത്തരം ചർച്ചകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം ആയുധമാക്കിക്കൊണ്ട് മൂർച്ചയുള്ള ഒരു ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മറുപക്ഷം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ആ രീതിയിൽ ഇനിയും വരുന്ന സമ്മേളനങ്ങളിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ദേവിക, ശരി, ഏതായാലും സജി ചെറിയാന്റെ മന്ത്രിസ്ഥാനം തുലാസിലാകുമോ എന്ന് നിലനിൽക്കുന്നൊരവസ്ഥയിൽ തന്നെയാണ് സജിയെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുന്നോട്ട് പോകുന്നത്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമൊക്കെ ചേരുന്നുണ്ട്. ഈ വിഷയം അതിലും ചർച്ചയാകാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ദുരന്തങ്ങൾ തുടർക്കഥയാകുമ്പോഴും സ്ഥിരം ജീവനക്കാരില്ലാതെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആകെയുള്ള ജീവനക്കാരിൽ സ്ഥിര നിയമനം മെമ്പർ സെക്രട്ടറിക്ക് മാത്രം. 74 ജീവനക്കാരിൽ 70 പേരും കരാർ തൊഴിലാളികളും ദിവസവേതനക്കാരും. വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, പല പ്രാവശ്യമായിട്ടാണ് കേരളത്തിൽ ദുരന്തങ്ങൾ നടക്കുന്നത്. അപ്പോഴൊക്കെ തന്നെയും ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ പോലും ഇല്ലാത്ത ഒരവസ്ഥ. എങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ ഒരു വകുപ്പ്? 74 ജീവനക്കാരുള്ളതിൽ 70 പേരും കരാർ തൊഴിലാളികൾ. രജനി, സംസ്ഥാനത്ത് ഈ ദുരന്ത പ്രതികരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് KSDMA അഥവാ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദുരന്തത്തിന്റെ സാധ്യതകൾ മുൻകൂട്ടി കാണുന്നതിനും മുന്നറിയിപ്പുകൾ നൽകുന്നതിനും ഇപ്പോൾ ദുരന്തമുണ്ടാകുമ്പോൾ ദുരന്ത പ്രതികരണത്തിനും പിന്നീട് അതിന്റെ അവലോകനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ഭാവി സാധ്യതകൾക്കും എല്ലാമുള്ള പഠനങ്ങൾ, ഇങ്ങനെ വലിയ ഉത്തരവാദിത്തമുള്ള ഒരു ഏജൻസിയാണ് KSDMA. എന്നാൽ KSDMAയിൽ ആവശ്യത്തിന് സ്ഥിര ജീവനക്കാരില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരാവകാശ രേഖകളിലൂടെ ജനം ടിവി പുറത്തുവിടുന്നത്. ആകെയുള്ള 74 ജീവനക്കാരിൽ ഒരാൾ മാത്രമാണ് സ്ഥിരം ജീവനക്കാരനായി KSDMAയിലുള്ളത്. അത് നിലവിൽ KSDMAയുടെ അനൗദ്യോഗിക മേധാവി എന്നൊക്കെ പറയാവുന്ന മെമ്പർ സെക്രട്ടറിയാണ്. മെമ്പർ സെക്രട്ടറിയും SCOCയുടെ തലവനുമായിട്ടുള്ള ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് ആണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഏക സ്ഥിരം ജീവനക്കാരൻ എന്ന് പറയുന്നത്. പിന്നീടൊരു 3 ഉദ്യോഗസ്ഥരെ കൂടി ഡെപ്യൂട്ടേഷനിൽ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ബാക്കിയുള്ള 70 ജീവനക്കാരും ഒന്നെങ്കിൽ കരാർ ജീവനക്കാരാണ്, അല്ലെങ്കിൽ അവർ ഡെയിലി വേജസിലുള്ള തൊഴിലാളികളാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട സർക്കാർ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഇത്രയധികം പ്രധാനപ്പെട്ട ഒരു ഏജൻസി, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഈ അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഈ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി എന്ന് നമ്മൾ KSDMAയെ പറയുന്നത്. ഇത്രയധികം ഉത്തരവാദിത്തങ്ങളുള്ള ഒരു സംവിധാനത്തിൽ കൃത്യമായി ഉദ്യോഗസ്ഥരില്ല എന്നുള്ളത്, അല്ലെങ്കിൽ സ്ഥിരം ഉദ്യോഗസ്ഥരില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം, അല്ലെങ്കിൽ കാരണമാകുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് KSDMAയിൽ ഉണ്ടാകേണ്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതിലെ ജീവനക്കാർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ശാസ്ത്രീയമായ പരിചയം, വൈദഗ്ധ്യം, ഒപ്പം തന്നെ അനുഭവ സമ്പത്ത്, പരിചയം എന്നിവയൊക്കെ ഉള്ള ആളുകളായിരിക്കണം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് KSDMAയുടെ ഒരു ദുരന്ത സാഹചര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുറച്ച് ഉദ്യോഗസ്ഥരെ സ്ഥിരമായി നിലനിർത്താൻ പോലും സർക്കാരിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ വിദഗ്ധരെ അടക്കം നിയമിക്കുന്നതിലടക്കമുള്ള പോരായ്മകൾ നിലനിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ 70 പേരെന്ന് പറയുമ്പോൾ ഈ 70 പേരിൽ ഹൈഡ്രോളജിസ്റ്റുകളുണ്ട്, അങ്ങനെ എൻവയോൺമെന്റലിസ്റ്റുകളുണ്ട്, അങ്ങനെ നിരവധി തലങ്ങളിൽ വൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള തസ്തികകളിൽ നിൽക്കേണ്ട ആളുകളുണ്ട്. പക്ഷേ സ്ഥിര നിയമനം ലഭിക്കാത്തത് കൊണ്ട് ഇവരിൽ പലരും ഈ ജോലി സ്ഥിരത ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് ജോലികൾ തേടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ സ്ഥിരം ജീവനക്കാരല്ലാത്തതിനാൽ തന്നെ ഇവർക്ക് പ്രത്യേകിച്ചുള്ള അക്കൗണ്ടബിലിറ്റി ഒന്നും ഉണ്ടാകില്ല തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ പോരായ്മകൾ KSDMAയുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത്. പ്രത്യേകിച്ച് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ അടക്കം അവതാളത്തിലാക്കുന്ന നിലയിലേക്ക് ഇക്കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ദുരന്ത നിവാരണ വിദഗ്ധൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, എന്തായാലും ഈ അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്തേണ്ടത് ആദ്യം ഈ ദുരന്ത നിവാരണത്തിലെ ജീവനക്കാർ തന്നെയാണ്. പക്ഷേ ഇവിടെ സ്ഥിര നിയമനം പോലും ആർക്കുമില്ല. ഉള്ളത് ഒരാൾക്ക് മാത്രമാണ്. വിവരാവകാശ രേഖയാണ് ഇപ്പോൾ ജനം ടിവി പുറത്തുവിട്ടിരിക്കുന്നത്.
എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ല, അത് ഗൗരവമായൊരു ചോദ്യമാണ്. അതായത് ഇന്ത്യയിലോ ലോകത്തോ ഒരു സ്ഥലത്തും, നമ്മളുടെ പരിചിതമായ ഒരു സ്ഥലത്തും ഒരു സർക്കാർ ഓഫീസിലോ സർക്കാർ സംവിധാനത്തിലോ സ്ഥിരമായ ജീവനക്കാരില്ലാതെ ഓടിക്കാൻ പറ്റത്തില്ല. കാരണം സ്ഥിരം ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അക്കൗണ്ടബിലിറ്റി വരികയുള്ളൂ, അവർക്ക് എക്സ്പീരിയൻസ് വരികയുള്ളൂ, എക്സ്പെർട്ടൈസ് വരികയുള്ളൂ. അവരെവിടെയെങ്കിലും ഒരു ജീവനക്കാരനെ എടുത്ത് അയാൾ എവിടെയെങ്കിലും ഒരു ട്രെയിനിങ്ങിന് അയച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജോലി സ്ഥിരമല്ലാത്തത്. അദ്ദേഹം ഉടനെ നല്ല ജോലി കിട്ടിയേ പോകും. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ആഗോളവൽക്കരണമൊക്കെ വന്നതിനുകൊണ്ട് പ്രൈവറ്റ് കമ്പനികളൊക്കെ ധാരാളം ഉള്ളത് കൊണ്ടും സർക്കാരിൽ തന്നെ ഒരുപാട് മിഷനുകളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല നല്ല ശമ്പളം പലയിടത്തും കൊടുക്കുന്നു ഈ കോൺട്രാക്ട് എംപ്ലോയീസിന്. അപ്പൊ നിൽക്കുന്ന ആള് വളരെ പെട്ടെന്ന് ട്രെയിനിങ്ങോ എന്തെങ്കിലുമോ കിട്ടി 4 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ അദ്ദേഹം അങ്ങ് പോകും. അപ്പൊ അങ്ങനെ വലിയ നഷ്ടമാണ്. 1. 2, ഈ റിപ്പോർട്ടുകൾ ഇപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര ഗവൺമെന്റിനും കോടതിക്കൊക്കെ കൊടുത്ത റിപ്പോർട്ടുകളിൽ ഒരുപാട് പിശകുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ എററുണ്ട്, മാത്തമാറ്റിക്കൽ എററുണ്ട്, കാൽക്കുലേഷൻ എററുണ്ട്. ഇതൊക്കെ വരുന്നത് എങ്ങനെയാണ്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളില്ല എന്നുള്ളതാണ്. അവിടെ മെമ്പർ സെക്രട്ടറി എക്സോഫിഷ്യോ മെമ്പർ സെക്രട്ടറിയാണ്, എക്സോഫിഷ്യോ അംഗമായിട്ട് വന്ന മെമ്പർ സെക്രട്ടറിയാണ്. പിന്നെ 2 പേര് ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും കോൺട്രാക്റ്റാണ്. അവിടെ സ്ഥിരം നിയമനം നടത്തണം. അതിനകത്ത് സ്ഥിര നിയമനം നടത്തുകയും മാത്രമല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വേണം. സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കുറച്ച് പേരെങ്കിലും ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുപോകണം. വളരെ സീനിയർ ആയിട്ടുള്ളവരെ. പിന്നെ കുറച്ച് പേരെ സ്ഥിരമായിട്ട് വേണം. അപ്പൊ അതങ്ങനെ അപ്പൊ ഡെപ്യൂട്ടേഷനിൽ കൊണ്ട് 5 വർഷം കിട്ടുമല്ലോ. അല്ലെങ്കിൽ നല്ല ആളാണ്, രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത നല്ല മിടുക്കനാണ്, ചിലപ്പോൾ എല്ലാ ഗവൺമെന്റും കൊടുത്തെന്നിരിക്കും. ഏത് ഗവൺമെന്റ് ആയാലും മാറിയപ്പോയാലും ഗവൺമെന്റ് മാറിയപ്പോലും കൊടുത്തെന്നിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പള്ളി ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ സ്ഥിരം ജീവനക്കാരില്ലാത്തതിന്റെ എല്ലാ കുഴപ്പങ്ങളും കാണുന്നുണ്ട്. കാരണം എന്താണ്? UC സമയത്ത് കൊടുക്കില്ല, അൺസ്പെൻഡ് ബാലൻസ് സമയത്ത് കൊടുക്കില്ല. ഇതായിപ്പോ വയനാട് നോക്കൂ, ലോക മാതൃകയാക്കുമെന്ന് പറഞ്ഞു. ഇന്ന് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ എന്താണ്? അവിടെ 900-ൽ പരം വരുന്ന വീട്ടുകാരെ ലിസ്റ്റ് പിന്നെ വാടക വീടുകൾ താമസിപ്പിച്ചിട്ട് 350 പേർക്കാണ് 360 പേർക്ക് മറ്റുമാണ് വീട്ടിൽ ലിസ്റ്റ് വന്നത്. പഞ്ചായത്തുകാർ പറയുന്നത് ഞങ്ങളല്ലാന്ന്, റവന്യൂക്കാർ പറയുന്നത് ഞങ്ങളല്ലാന്ന്. ലോക മാതൃക ഉണ്ടാക്കുന്ന നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ എന്താ കാണുന്നത്? അവിടെ ആൾക്ക് അരി കൊടുക്കുന്നു, അവിടെ കുറെ പ്രശ്നങ്ങൾ, പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും തമ്മിൽ തർക്കം, പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മിറ്റിയിലില്ല. അങ്ങനെ ആകെ ജഗപുകയായിട്ടാണ് പോകുന്നത്. ആ സമയത്താണ് ദുരന്ത നിവാരണ അതോറിറ്റി, ഇത് ജില്ലയിൽ മാത്രമല്ല, അല്ല സംസ്ഥാനത്ത് മാത്രമല്ല, ജില്ലകളെടുത്താൽ ഇത് തന്നെ സ്ഥിതി. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പിന്നെ കമ്മിറ്റികളുണ്ട്, ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള. അവിടെയും സ്ഥിരം ജീവനക്കാരില്ല. ഡെപ്യൂട്ടേഷനിലോ കുറെ കോൺട്രാക്ട് എംപ്ലോയീസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു പിള്ളേർ കളിയാണ്. പക്ഷേ അതെന്താണ്, സുനാമി ഉണ്ടായതിനു ശേഷമാണല്ലോ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ രാജ്യത്ത് വന്നത്. പക്ഷെ അതിനുശേഷം ഈ 2018 വരെ നമുക്ക് ഇതൊക്കെ മതിയായിരുന്നു. കാര്യം നമുക്ക് വലിയ ദുരന്തങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രളയം വന്നു, ഓഹി വന്നു, വരൾച്ച വന്നു, ഓഹി വന്നു, പ്രളയം വന്നു, പിന്നെ ഉരുൾപൊട്ടൽ വന്നു. ഇപ്പൊ സ്ഥിരമായി കേരളം ഒരു ദുരന്തത്തിന്റെയും കൂടി നാടായി മാറുകയാണ്. അപ്പോഴാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഈ സംവിധാനമില്ല എന്ന് മാത്രമല്ല, അവിടെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും ഉള്ള ആരും തന്നെ ഇല്ല. ഈ മെമ്പർ സെക്രട്ടറിക്ക് പോലും എക്സ്പീരിയൻസ് ആയിട്ടല്ല അവിടെ വന്നത്. അവിടെ വന്നിരുന്നുള്ള കോർഡിനേഷന്റെ പരിപാടികളേ ഉള്ളൂ. പുള്ളി റിസർച്ച് ചെയ്യേണ്ട ഒരു സയന്റിസ്റ്റ് പോസ്റ്റും കൂടി ഉണ്ട്. അവിടെ എന്ത് റിസർച്ച് നടക്കുന്നു? ഇത് അടിയന്തരമായിട്ട് പൊളിച്ചെഴുതണം. എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്. പ്രതിപക്ഷ നേതാവ് മാതൃഭൂമിയിൽ കുറെ ദിവസം മുമ്പ് ഒരു ലേഖനം തന്നെ എഴുതിയിരുന്നു. പക്ഷെ ഇത് നടക്കുന്നില്ല. ഇപ്പൊ അത് വിവരാവകാശം പുറത്തു വന്നിരിക്കുന്നു. എന്താ പുറത്തു വന്നിരിക്കുന്നത്? 74 പേരിൽ 73 പേരും പിന്നെ താൽക്കാലികമാണ്. ഡെപ്യൂട്ടേഷൻകാർ 2 പേര് എപ്പോഴും താൽക്കാലികമാണല്ലോ, തിരിച്ചു പോകണമല്ലോ. അപ്പൊ ചുരുക്കത്തിൽ ആരാ ഇതിനകത്ത് അവിടെ സ്ഥിരമായിട്ടുള്ളത്? ഏത് സീനിയർ ഉദ്യോഗസ്ഥനാണ് അവിടെ ജോലി ചെയ്യുന്നത്? പക്ഷേ ഇതൊക്കെ തന്നെ വലിയ പ്രതികൂലമായിട്ട് ഇതിൽ ബാധിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. ഇടിമിന്നൽ, മുൻകരുതൽ, പ്രളയം ഉൾപ്പെടെയൊക്കെ തന്നെ അതൊക്കെ തന്നെ അതിനൊരു മുന്നൊരുക്കം വേണം. ആ മുന്നൊരുക്കത്തോടെ സമീപിക്കേണ്ട ഒരു വകുപ്പ് കൂടെയാണ്. അതെ, വകുപ്പ് കൂടിയാണ്. അതിനകത്ത് എക്സ്പീരിയൻസ്ഡ്, എക്സ്പെർട്ടൈസും ഏജും പ്രധാനമാണ്. കാര്യം നല്ല തീരുമാനം എടുക്കുക, നല്ല റിപ്പോർട്ട് തയ്യാറാക്കുക. ജൂനിയേഴ്സും സീനിയേഴ്സും കൂടെ അല്ലേ എല്ലാ ഓഫീസിലും പ്രവർത്തിക്കുന്നത്? ഏതെങ്കിലും ഓഫീസിൽ ജൂനിയേഴ്സ് മാത്രമുള്ള ഒരു ഓഫീസുണ്ടോ? ഇല്ലല്ലോ. നമ്മളിപ്പോ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജനം ടിവിയിൽ ജൂനിയേഴ്സ് ആയിട്ട് എത്ര ആളുകളാണ് ഉള്ളത്? വളരെ സീനിയർ ആളുകളില്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് വളരെ കൃത്യമായ ഒരു പൊളിച്ചെഴുത്ത് നടത്തി സ്ഥിരം ജീവനക്കാരെ ഉണ്ടാക്കണം. അവിടെ സ്ഥിരം ജീവനക്കാർ വരുമ്പോഴാണ് അവർക്ക്, ഞാൻ പറയട്ടെ, സ്ഥിരമല്ലാത്തൊരു ജീവനക്കാരൻ എന്തെങ്കിലും ഒരു സത്യമായ റിപ്പോർട്ട് വന്നാലും അവിടുത്തെ അതിന്റെ HOD ആയിട്ടിരിക്കുന്ന മെമ്പർ സെക്രട്ടറിയുടെക്ക് അനിഷ്ടമുള്ള ഒരു സത്യം ഒരു കരാർ ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് പറഞ്ഞു. അയാളെപ്പം പറയത്തില്ല. പറയാ നീ പറയണ്ട, മിണ്ടാതിരിക്കണമെന്ന് പറയും മീറ്റിംഗിൽ. അതേസമയം സ്ഥിരം ജീവനക്കാരനാണെങ്കിൽ അയാൾ രാജ്യ താല്പര്യം വെച്ചും പിന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ താല്പര്യം വെച്ചും ജനങ്ങളോട് സാമൂഹ്യ പ്രതിബദ്ധത വെച്ച് അയാൾ പറയും, സാർ അങ്ങനെയല്ല, ഫയലിൽ നോട്ട് എഴുതും. മുകളിലിരിക്കുന്ന ആൾ പറയുമ്പോൾ എഴുതി കൊടുക്കൂല എല്ലാ ഉദ്യോഗസ്ഥരും. താഴെയുള്ള ഉദ്യോഗസ്ഥർ അവരുടെ ഒരു ജസ്റ്റിസ് കൂടി പ്രയോഗിക്കും. അവരുടെ ഒരു അവരുടെ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയൊക്കെ ഫയലിൽ കാണും. അങ്ങനെയല്ലേ ഈ രാജ്യത്ത് നന്മ വരുന്നത്. എല്ലാവരും കള്ളന്മാരല്ലല്ലോ.
അപ്പൊ നല്ല ഉദ്യോഗസ്ഥരെ സ്ഥിരമായി കൊണ്ടുവരികയും അവർക്ക് നല്ല പരിശീലനം കൊടുക്കുകയും രാജ്യത്തും വിദേശത്തും കഴിച്ച് നല്ല പരിശീലനം കൊടുക്കുകയും അവരെ സേവനം ഉപയോഗിക്കുകയും വേണം. ഇതൊന്നും അവിടെ നടക്കുന്നില്ല. റിപ്പോർട്ടുകൾ വരുന്നില്ല. ദുരന്ത നിവാരണ നയം ഉണ്ടാക്കിയത് 2010 അന്ന് ഇദ്ദേഹം ഈ പറയുന്ന മെമ്പർ സെക്രട്ടറി ഒന്നും വന്നില്ല. അതിനു മുമ്പുള്ള വേറെ ആളുകൾ ഡോക്ടർ KG താരയൊക്കെ ഇരുന്നിട്ടാണ് ദുരന്ത നിവാരണ നയം ഉണ്ടാക്കിയത്. അത് പുതുക്കിയിട്ടില്ല. 10 വർഷം കഴിഞ്ഞു. 14 വർഷം കഴിഞ്ഞു. എന്താ സംഭവിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കാലാകാലങ്ങൾ അത് പുതുക്കും. ഇപ്പോഴും പുതുക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ചുമ്മാ നമ്മൾ കുറ്റം മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനില്ല. എന്താണ് തടസ്സം? അവിടെയുള്ള ഗവൺമെന്റിന് നല്ലതല്ലേ കുറച്ച് ആളുകൾക്ക് സ്ഥിരം ജോലി കൊടുക്കുന്നത്? ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കാലത്തിൽ സ്ഥിരമായി ജോലി കൊടുക്കുന്നു, പത്രപരസ്യം കൊടുക്കുക. അതുപോലെ തന്നെ എടുക്കുന്ന ആളുകളെ എന്ത് മാനദണ്ഡം വെച്ചാണ് എടുത്തിരിക്കുന്നത്? എംപ്ലോയ്മെന്റിൽ നിന്നാണോ? അതും ചോദ്യം ചെയ്യേണ്ടതാണ്. പത്രപരസ്യം വഴിയാണോ? ഈ മെമ്പർ സെക്രട്ടറിയുടെ പോസ്റ്റ് പോലും ചോദ്യം ചെയ്യേണ്ടതാണ്. എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്? ഏത് ഓപ്പൺ മാർക്കറ്റിൽ നിന്നാണോ? എന്താണ് ടെസ്റ്റ്? എന്താണ് ഇന്റർവ്യൂ? ഏത് പത്രപരസ്യം? ലിസ്റ്റ് ഇട്ടോ? ഇതെല്ലാം വളരെ പ്രധാനമാണ്. പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആളെടുക്കണം, അല്ലെങ്കിൽ PSC വഴി, അങ്ങനെ ഒരുപാട് നടപടിക്രമമുണ്ട് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തൊക്കെ. ഇതൊന്നും പാലിക്കപ്പെടുകയും ആളെ എടുക്കുകയും ചെയ്യാതെ, അങ്ങനെ സ്ഥിരമായി ആളെ വയ്ക്കാതെ, ഇതൊരു കൊച്ചു കുട്ടികളിരുന്ന് കളിക്കും പോലെയാണ്. കളിക്കുന്ന പിള്ളേർ കളിയാണ്. അവരവിടെ ഇരുന്ന് എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ എഴുതുക, തയ്യാറാക്കി ചെയ്തുകൊണ്ട് മാത്രം ദുരന്ത നിവാരണം ആവില്ല. ഇത് സംസ്ഥാന ദുരന്ത നിവാരണത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ അവസ്ഥ ഇതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ദുരന്ത നിവാരണയുടെ ആക്ട് എടുത്ത് 2005 ആക്ടും 2009 പോളിസിയും എടുത്തു നോക്കണം. കേന്ദ്ര ഗവൺമെന്റിന്റെ ആ പോളിസിക്കകത്ത് ആക്ടിലും ലോക്കൽ അതോറിറ്റീസ് ഉണ്ടാക്കണം പഞ്ചായത്ത് തലത്തിൽ. ഇവിടെ ലോക്കൽ അതോറിറ്റീസ് ഉണ്ടാക്കിയിട്ടില്ല. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. വളരെയധികം നന്ദി ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് പ്രതികരിച്ചതിന്. എന്തായാലും ദുരന്തങ്ങൾ തുടർക്കഥയാകുമ്പോഴും സ്ഥിരം ജീവനക്കാരില്ലാതെ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പ്രവർത്തിക്കുകയാണ്. ഇനി അന്തർദേശീയ വാർത്തകൾ കൂടി നോക്കി വരേണ്ടതുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനും യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് തള്ളി അമേരിക്ക. പ്രോസിക്യൂട്ടർ ധൃതി പിടിച്ച അറസ്റ്റ് വാറന്റ് ആവശ്യപ്പെട്ടത് സംശയകരമാണ്. നീക്കത്തിൽ നടപടിക്രമങ്ങളുടെ വീഴ്ചയുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് വിഷയത്തിൽ അധികാര പരിധി ഇല്ലെന്നും അമേരിക്ക അറിയിച്ചു. ഐസൻ ജോസ് ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത നമ്മൾ ജനം TV ആണ് മലയാള മാധ്യമങ്ങളിൽ ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. കാരണം നെതന്യാഹുവിൻ്റെ അറസ്റ്റ് അല്ലെങ്കിൽ അത്തരമൊരു വാറന്റ് വരുന്നു, അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രതികരണങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യമായി അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഈ ഒരു അറസ്റ്റ് വാറന്റ് തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അമേരിക്ക പറഞ്ഞു വയ്ക്കുന്നത്? തീർച്ചയായും ദേവിക, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ അറസ്റ്റ് വാറണ്ട് തള്ളിക്കൊണ്ടുള്ള നിലപാട് ഔദ്യോഗികമായി തന്നെ പുറത്തു വരികയാണ് ഉണ്ടായിരിക്കുന്നത്. അത് അറസ്റ്റ് വാറണ്ട് തള്ളുന്നതിൻ്റെ അല്ലെങ്കിൽ ആ നിലപാടിനെ തള്ളുന്നതിൻ്റെ അടിസ്ഥാന കാരണമായി പറയുന്നത് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല, അല്ലെങ്കിൽ അധികാരപരിധി ഇല്ല എന്ന കൃത്യമായൊരു നിലപാട് തന്നെയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തിന് എന്നതും സംശയകരമാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് അമേരിക്ക. മാത്രമല്ല, ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സ്വാഭാവിക നീതിയുടെ ലംഘനമാകുമെന്നൊരു നിലപാടും അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് പൂർണ്ണമായും ഇസ്രായേലിനൊപ്പം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തുറന്നു പറയുകയും ചെയ്യുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ഇത്തരത്തിൽ ധൃതി പിടിച്ചിട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തിനെ എന്നത് സംബന്ധിച്ച വലിയൊരു ചോദ്യം തന്നെയാണ് പ്രോസിക്യൂട്ടർക്ക് നേരെ ഇപ്പോൾ ഉയരുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. എന്നാൽ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയം, ഇതിനെതിരെ ശക്തമായ നിലപാട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ നിലപാടുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ മറ്റ് ഐസക് ഹെർസോഗ് ഉൾപ്പെടെയുള്ളവർ ശക്തമായി ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുകയും ഇത് നീതി നിഷേധത്തിൻ്റെയും മനുഷ്യത്വരാഹിത്യത്തിൻ്റെയും ഒരു ദിവസമായി മാറി ഈ വാറണ്ട് പുറപ്പെടുവിച്ച ദിവസം എന്നുപോലെയും ഐസക് ഹെർസോഗ് പറയുന്നൊരു സാഹചര്യമുണ്ടായി. അത്രയും ശക്തമായ പ്രതികരണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. എടുത്തു പറയേണ്ടത് ഹമാസിൻ്റെ ഒരു നേതാവ് കൂടി, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നേതാവ് കൂടി ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് നോട്ടീസ് വന്നിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. ആ നോട്ടീസ് വന്നപ്പോൾ പോലും, അല്ലെങ്കിൽ യഹ്യ സിൻവറുടെയും അതുപോലെ തന്നെ മറ്റു ഹമാസ് നേതാക്കൾക്കെതിരെയും നോട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ മരിച്ച നേതാക്കൾക്ക് പോലും നോട്ടീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെ എതിർക്കാനുള്ളൊരു നിലപാട് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിലപാട് ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ, അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി തന്നെ ഒരു ആശയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അമേരിക്കയുടെ കൃത്യമായ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇനി കുറേ വാർത്തകൾ, സീരിയസ് ആയിട്ടുള്ള കുറേ വാർത്തകളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ഒരു സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചുകുട്ടിയുടെ ഒരു സന്ദേശമായിട്ട് തന്നെ നമുക്ക് പറയാം. അതായത്
അനിൽ കൊല്ലങ്കോടാണ് ഈ ഒരു സന്ദേശം ഇട്ടിരിക്കുന്നത്. എൻ്റെ മകൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനാമികയ്ക്ക് കൊല്ലങ്കോട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മലയാളം കഥയിലും ഇംഗ്ലീഷ് ആക്ഷൻ സോങ്ങിലും A ഗ്രേഡ് നേടി. ഒരാശംസകൾ പറയണേ എന്നാണ് പറയുന്നത്. എന്തായാലും അനാമികയ്ക്ക് ഒരുപാട് ആശംസകളും അതോടൊപ്പം തന്നെ ജനം TV പ്രേക്ഷകരുടെ എല്ലാം ആശംസകൾ നമ്മൾ തന്നെ അറിയിക്കുകയാണ്. അനാമിക ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുക. ഇനി പൊറോട്ട ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ല. കേരളീയരുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ പൊറോട്ടയാണ്. എന്നാൽ അതിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതൊന്നുമല്ല കഥ. എന്നാലും പൊറോട്ടയുമായിട്ട് ചുറ്റിപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. ഇടുക്കിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ നെടുങ്കണ്ടത്ത് ഒരു പൊറോട്ട മേക്കർ ഉണ്ട്. ആള് നിസാരക്കാരനായ ഒരാളല്ല. മോഡലിംഗ് സ്വപ്നമാക്കി ഫാഷൻ റാമ്പുകളിൽ തരംഗമായ ഒരു നേപ്പാളുകാരൻ അക്കൽ ടൈല. നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവലയിലെ അല്ലൂസ് തട്ടുകടയിൽ നല്ല ചൂട് പൊറോട്ടയും ദോശയും ഓംലേറ്റും ഒക്കെ ഒരുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നെടുങ്കണ്ടംകാരുടെ അക്കോസോട്ടൻ അക്കൽ ടൈല. 7 വർഷങ്ങൾക്ക് മുമ്പാണ് നേപ്പാളിൽ നിന്നും ജ്യേഷ്ഠനും മാതാപിതാക്കൾക്കുമൊപ്പം അക്കൽ നെടുങ്കണ്ടത്തെത്തിയത്. മാതാപിതാക്കൾ തിരികെ മടങ്ങിയെങ്കിലും അക്കലും ജ്യേഷ്ഠനും നെടുങ്കണ്ടത്ത് തന്നെ തുടർന്നു. തുടക്കം മുതൽ ഹോട്ടൽ ജോലികളാണ് ചെയ്തു വന്നിരുന്നത്. ഇതിനിടെ പൊറോട്ട അടിക്കാനും പഠിച്ചു. ജോലികൾക്കിടയിലും തന്റെ മോഡലിംഗ് സ്വപ്നം വിട്ടുകളയാൻ ഈ ചെറുപ്പക്കാരൻ തയ്യാറായില്ല. 2 വർഷം മുൻപ് ആഗ്രഹം കൂടുതൽ കാര്യമായി എടുത്ത് പരിശ്രമം തുടങ്ങി. നിരവധി ഫാഷൻ ഷോകളിൽ പങ്കെടുത്തു. കഴിഞ്ഞയിടെ എറണാകുളത്ത് നടന്ന ഫാഷൻ സൂം മത്സരത്തിൽ കോൺഫിഡന്റ് ഐക്കണായും അൽക്ക തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ വന്നിട്ട് മൊത്തം 6-7 കൊല്ലമായി. പിന്നെ മലയാളമൊക്കെ അത്യാവശ്യം നല്ലപോലെ അറിയോ. പിന്നെ മോഡലിംഗിന്റെ കാര്യം 2 വർഷം മുമ്പ് എനിക്ക് താല്പര്യമായിരുന്നു. കാണുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ റാമ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ കുറേ ഷോ ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പൊ 2024 കേരള കോൺഫിഡന്റ് ഐക്കണാണ് എനിക്ക് കിട്ടിയത്. ഇതിനിടെ ചില പരസ്യ ചിത്രങ്ങളിലും അൽക്ക മുഖം കാട്ടി. തുടക്കത്തിൽ അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിലും തളരാതെ തുടർച്ചയായി പരിശ്രമിച്ചതാണ് തന്റെ ജീവിതത്തിന് വിജയം നേടിത്തന്നതെന്ന് അൽക്ക പറയുന്നു. അല്ലൂസ് തട്ടുകട ഉടമ അല്ലമീനും സുഹൃത്തുക്കളും നൽകുന്ന പിന്തുണയാണ് അക്കലിന്റെ മുതൽക്കൂട്ട്. ജീവിതം കരുപിടിപ്പിക്കാൻ കേരളമേകിയ പിന്തുണ മോഡലിംഗിൽ വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ കരുത്താകുമെന്നാണ് അക്കലിന്റെ പക്ഷം. ജനം ഇടുക്കി. അക്കൽ ഒരു താരമായി തന്നെ മാറിയിരിക്കുകയാണ്. വെറും പൊറോട്ട മേക്കറായിട്ട് മാത്രം ചുരുങ്ങേണ്ട ആളല്ല ഈ അക്കലിൻ്റെ. നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന ഈ ഒരു സ്റ്റോറി കണ്ടിട്ട് സിനിമയിൽ നിന്ന് വരെ അക്കലിന് ഒരു വിളി വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. രജനി, നമുക്കറിയാം ജനം ടിവിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധത അതെപ്പോഴും കാത്തു സൂക്ഷിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി നൽകുന്ന വാർത്തകൾ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ ഏറെ സന്തോഷമാണ്. അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം സംബന്ധിച്ച ജനം TV വാർത്തയിൽ ഇടപെടൽ. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും മരുന്നെത്തിച്ച ആരോഗ്യവകുപ്പ്. ജനം TV വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും നടപടി സ്വീകരിച്ചെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ജനം TV ബിഗ് ഇമ്പാക്റ്റ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും കുറിപ്പുമായി ആശുപത്രി ഫാർമസിയിലെത്തുന്നവർ വെറും കൈയോടെ മടങ്ങുന്ന വാർത്ത നവംബർ 11 ജനം TV സംപ്രേഷണം ചെയ്തിരുന്നു. സാധാരണക്കാരന്റെ വേദന കാണാത്ത സർക്കാരിനെതിരെ അമർഷം അണപൊട്ടി ഒഴുകുന്നതായിരുന്നു രോഗികളുടെ പ്രതികരണങ്ങൾ. ഫാർമസിയിലൊന്നും ഒരു സാധനമില്ല. നോക്ക് മേഡം, 6 എഴുതുന്നതിൽ വേറെ 2 മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി 3 പുറത്തുനിന്നാണ്. മെനിഞ്ഞാന്ന് വന്നപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു. അല്ല, ഞാൻ 19 വർഷം കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ജില്ലാ കയറി ഇറങ്ങുന്നതാണ്. ഇവിടെ ഫാർമസിയിൽ മണിക്കൂറോളം നോക്കിയിട്ട് കൗണ്ടറിൽ പോകുമ്പോൾ അവിടെ ഇല്ല മരുന്ന് വാങ്ങിക്കാൻ പോകും. കാർണൂല് പോകുമ്പോൾ കാർണൂലില്ല. പിന്നെ ലാസ്റ്റിൽ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. ഒരു മരുന്നും ഇല്ല ഇവിടെ. BP-യുടെ കൊളസ്ട്രോളിൻ്റെ അത് ഇവിടെ നിന്ന് കിട്ടും. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കും. കൂലിപ്പണി 2ാമത്തെ അറ്റാക്ക് വന്നവരാണ്. ഇവിടെ 8 സൈസ് കിടന്നു. വേര് പറ്റി പോയിട്ട് വീണ്ടും കൊണ്ടുവന്ന് ചെക്കപ്പ് കഴിഞ്ഞ് ഇന്നും വന്നു. ഇനി ഇതപ്പുറത്ത് വാങ്ങിക്കാൻ പോയിക്കാണ്. ഇനി തരുമോ ദൈവത്തിനറിയാം. 10 ഐറ്റം എഴുതി, 4 ഐറ്റം കിട്ടി, 6 ഐറ്റം വെളിയിൽ നിന്ന്. ഇനിയിപ്പോൾ അതാ കൊടുത്തിട്ട് 10 ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും എത്ര കിട്ടുമെന്നുള്ള അറിഞ്ഞൂടാ, കെട്ടിയിട്ട് പറയാം. 1-2 ഇവിടെ കാണാൻ ബാക്കിയെല്ലാം പുറത്തുനിന്ന് തന്നെ വാങ്ങുന്നത്. അത് ഈ വില കൂടിയ സാധനങ്ങളൊക്കെ പുറത്ത്.
ഈ വാർത്തയിലാണ് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ. ജനം TV വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും മരുന്ന് എത്തിച്ചതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു വാർത്ത ഒരു മാധ്യമം കൊടുത്തതായി കണ്ട് ഞങ്ങൾ അന്ന് എല്ലാ ലിസ്റ്റും എടുത്ത് പരിശോധിച്ചിരുന്നു. ഗവൺമെന്റ് സപ്ലൈ ലിസ്റ്റിലുള്ള എല്ലാ മെഡിസിൻസും ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഉണ്ടെന്നുള്ളത് എല്ലായിടത്തും ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് വെയർ ഹൗസുകളിലും അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റോറേജ് സംവിധാനങ്ങളിലെല്ലാം തന്നെ മരുന്നുകൾ ആവശ്യത്തിനുണ്ട്. ഒരു തരത്തിലുള്ള ആശയവിനിമയത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മോണിറ്റർ ചെയ്യുന്നുണ്ട് ഡിസ്ട്രിക്ട് തലത്തിലും. അതുപോലെ ആശുപത്രികളിൽ ഇതിന് പ്രത്യേകമായ ചുമതലയുണ്ട്. ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എല്ലാ മരുന്നുകളും തന്നെ അവൈലബിൾ ആണ്, ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ളത് അവൈലബിൾ ആണെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി അടിയന്തര ചർച്ച നടത്തിയാണ് മരുന്നുകൾ എത്തിച്ചത്. പ്രത്യേക നിരീക്ഷണ സംഘത്തെയും ആശുപത്രികളിൽ നിയോഗിച്ചിട്ടുണ്ട്. അസുഖവുമായി ആശുപത്രിയിലെത്തി മണിക്കൂറുകളോളം വരി നിന്നാലും മരുന്ന് ലഭിക്കാതെ മടങ്ങേണ്ടി വരുന്ന രോഗികളുടെ ദുരവസ്ഥയ്ക്കാണ് ജനം TV വാർത്തയിലൂടെ പരിഹാരമായത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ നിതിനൊപ്പം രശ്മി കാർത്തിക, ജനം. രശ്മി കാർത്തിക തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രശ്മി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കാരണം ഈ ഒരു വാർത്തയിൽ നിരന്തരമായ ഇടപെടൽ രശ്മി നടത്തി. മാത്രവുമല്ല, ഇത്തരം സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ ഒരു ഇമ്പാക്റ്റ് സ്റ്റോറിയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മരുന്ന് ക്ഷാമം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഇടങ്ങളാണ്. അവിടേക്ക് മരുന്ന് ഇല്ല എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായൊരു വീഴ്ച തന്നെയായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെ കണ്ണ് തുറപ്പിച്ച് അവരെ കൊണ്ട് ഈ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ദൗത്യം തന്നെയാണ് രശ്മി സ്വീകരിച്ചത്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമെല്ലാം വന്നു. ആരോഗ്യമന്ത്രി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വാർത്ത കൃത്യമായി പെട്ടിരുന്നു. കാരണം നമ്മൾ നിരവധി രോഗികളുടെ പ്രതികരണങ്ങളോട് കൂടിയാണ് ഈ വാർത്ത നൽകിയത്. കാരണം തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലാണെങ്കിലും മെഡിക്കൽ കോളേജിലാണെങ്കിലും മറ്റ് ആശുപത്രികളിലും ഒക്കെ ഈ റോഡ് വരെ ക്യൂ നിൽക്കുന്നുണ്ട്. ജനറൽ ആശുപത്രിയിൽ രാവിലെ പുലർച്ചെ 4 മണിക്ക് തുടങ്ങുന്ന ക്യൂ ആണ്. അത്രത്തോളം മണിക്കൂറുകൾ അവർ ക്യൂവിൽ നിന്ന് ഒടുവിൽ ഫാർമസിയിൽ മരുന്ന് വാങ്ങിക്കാൻ എത്തുന്ന സമയത്ത് അവരോട് പറയും മരുന്നൊന്നുമില്ല, എല്ലാ മരുന്നും പുറത്തുനിന്ന് വാങ്ങിക്കണം. നമ്മൾ ഡോളോ പോലെയുള്ള 1-2 മരുന്നുകൾ മാത്രമാണ് അവിടെ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു അമർഷമൊക്കെ ഈ രോഗികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഏതായാലും ഈ വാർത്തയിൽ ആരോഗ്യവകുപ്പ് ഒരു അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം ഈ വാർത്ത കൃത്യമായി തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞൊരു കാര്യം. ഉടനെ തന്നെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി അവർ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ആശുപത്രികളിലെയും മരുന്ന്. അതോടൊപ്പം തന്നെ ഒരു 100% മരുന്ന് ആശുപത്രികളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ 60% ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൃത്യമായി നിർദ്ദേശം നൽകണം, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് കൃത്യമായി നിർദ്ദേശം നൽകണം എന്നുകൂടി ആരോഗ്യ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മരുന്നുകൾ കൃത്യമായി ലഭ്യമാക്കും എന്നുള്ളതാണ്. ഈ പകർച്ചവ്യാധി കൂടി നിലവിൽ പടർന്നു പിടിച്ച ഒരു സാഹചര്യത്തിൽ ദിനംപ്രതി തന്നെ ഏതാണ്ട് 10,000-ലധികം രോഗികളാണ് ആശുപത്രിയിൽ പനിയാണെങ്കിലും മറ്റ് അസുഖങ്ങൾക്കൊക്കെ ചികിത്സ തേടിയെത്തുന്നത്. അപ്പോൾ ഇവർക്ക് മരുന്ന് കൂടി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് വലിയ ദുരവസ്ഥ തന്നെയാണ്. ഏതായാലും ആശുപത്രികളിലും മറ്റിടങ്ങളിലും ഈ മരുന്നിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ തന്നെ നിലവിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. മരുന്ന് കുറയുന്നതിനനുസരിച്ച് അത് ലഭ്യമാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും കാലങ്ങളായി ഈ മരുന്ന് ക്ഷാമം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. മരുന്ന് കൂടുതലുള്ള ഇടങ്ങളിൽ നിന്ന് കുറവുള്ള ഇടങ്ങളിലേക്ക് മാറ്റി ഒരു താൽക്കാലിക പരിഹാരമാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സാധാരണക്കാരായ രോഗികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു വിമർശനവും അമർഷവും, കൂടുതലും അവർ മണിക്കൂറുകളോളം കാത്തു നിൽക്കുമ്പോഴുള്ള ഒരു വേദനയാണ് ജനം TVയുമായി പങ്കുവച്ചത്. ഏതായാലും അടിയന്തരമായ ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വലിയ സന്തോഷം. നിരവധി രോഗികൾ ഇതേ രീതിയിൽ ബുദ്ധിമുട്ടുന്നതിന് ഇപ്പോഴെങ്കിലും ഒരു പരിഹാരമായതിൽ ഏതായാലും ആരോഗ്യവകുപ്പ് ഇടപെട്ടതിൽ വലിയ രീതിയിൽ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രശ്മി കാർത്തിക, ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചതിന്, ആരോഗ്യവകുപ്പിന്റെ കണ്ണു തുറപ്പിച്ചതിന്. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 2 വിക്കറ്റ് നഷ്ടമായ ഓപ്പണർ യശസ്വി ജയ്സ്വാളും ദേവത് പടിക്കലും 0-ന് പുറത്തായിരിക്കാൻ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, എന്തായാലും
ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാണെന്നു തുടക്കം. പക്ഷേ അത്ര ഹാപ്പി അല്ല ഇന്ത്യക്ക്. 2 വിക്കറ്റാണ് നഷ്ടമായിരിക്കുന്നത്. മലയാളി താരം ദേവദത്ത് പടിക്കലും ഔട്ടായിരിക്കും. യെസ് രജനി, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിലും 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 7:50 ഇന്ത്യൻ സമയം 7:50 മത്സരം ആരംഭിച്ചത്. പക്ഷേ 3ാമത്തെ ഓവറിൽ തന്നെ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. മിച്ചൽ സ്റ്റാർക്കിനായിരുന്നു വിക്കറ്റ്. പിന്നാലെ ഇറങ്ങിയത് 3ാം നമ്പറിൽ ഇറങ്ങിയത് മലയാളി താരം ദേവദത്ത് പടിക്കലാണ്. പക്ഷേ 23 ബോൾ ഫൈറ്റ് നിന്നുവെങ്കിലും ദേവദത്ത് പടിക്കലും 0-ന് തന്നെ പുറത്താവുകയായിരുന്നു. അങ്ങനെ നിരാശാജനകമായ തുടക്കം എന്ന് തന്നെ പറയണം. കാര്യം 1 മണിക്കൂറിൽ നിന്നും 2 വിക്കറ്റ് നഷ്ടപ്പെടുകയും സ്കോർ ബോർഡ് 18 റൺസ് എന്നുള്ള നിലയിൽ നിൽക്കുകയുമാണ് ഇപ്പോൾ. ഒട്ടേറെ പ്രത്യേകതകളും ഉണ്ട് ഈ മത്സരത്തിന്. ഒന്ന്, പുതിയ ക്യാപ്റ്റന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത്. രോഹിത് ശർമ്മ ഇളയ പുത്രൻ, 2ാമത്തെ കുഞ്ഞ് ജനിച്ച സാഹചര്യത്തിൽ കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനാൽ 2-3 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ടീമിനൊപ്പം ചേരുള്ളൂ. വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയെ നയിക്കുന്നത്. അതിനുള്ള ഒരു പ്രത്യേകത, അപൂർവമായിട്ടാണ് ഇരു ടീമുകളെയും നയിക്കുന്നത് ഫാസ്റ്റ് ബോളർമാരാവുന്നത്. പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയ നയിക്കുന്നു, ജസ്പ്രീത് ബുംറ ഇന്ത്യയെ നയിക്കുന്നു. അതുപോലെ തന്നെ ചരിത്രം കുറിച്ച ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി അവിടെ പർത്തിൽ കണ്ടു. ബോർഡർ ഗാവസ്കർ ട്രോഫി മത്സരം തുടങ്ങുന്നതിന് മുമ്പായി, പരമ്പര തുടങ്ങുന്നതിന് മുമ്പായി ബോർഡറും ഗാവസ്കറും സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. ബോർഡറും ഗാവസ്കറും അവരുടെ മധ്യത്തിൽ നിലവിലുള്ള ക്യാപ്റ്റന്മാരായ പാറ്റ് കമ്മിൻസും ജസ്പ്രീത് ബുംറയും അവിടെ അണിനിരന്നു. ബോർഡർ ഗാവസ്കർ ട്രോഫിക്ക് ഇരുവശത്തുമായിട്ടായിരുന്നു ഈ അപൂർവ കാഴ്ച. മറ്റൊരു പ്രത്യേകത, 2 താരങ്ങൾക്ക് ഈ ടെസ്റ്റിൽ അരങ്ങേറ്റം ആണ്. ഫാസ്റ്റ് ബൗളർ ഹർഷിത് റാണയും ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും ഇന്ത്യക്കായി ഇന്ന് ടെസ്റ്റ് ക്യാപ്പ് അണിഞ്ഞു. അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ കളിക്കുന്നില്ല. പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന് പകരമാണ് ദേവദത്ത് പടിക്കൽ എത്തിയത്. പക്ഷേ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാനാവാതെ ശുഭ്മാൻ ഗിൽ പോയി. രവീന്ദ്ര ജഡേജ, രവിചന്ദ്രൻ അശ്വിൻ ഈ 2 സ്പിന്നർമാരും കളിക്കുന്നില്ല. കാര്യം പിച്ച് സ്പേസിനെ അനുകൂലിക്കും എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണിത്. വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് ടീമിലെ ഏക സ്പിന്നർ. സ്പിൻ ബോൾ ചെയ്യുകയും ഒരുപക്ഷെ ബാറ്റിംഗ് മികവും കൂടി പരിഗണിച്ചായിരിക്കണം വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വിരാട് കോഹ്ലിയും KL രാഹുലും ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത KL രാഹുൽ പിടിച്ചു നിൽക്കുന്നുണ്ട് 14 റൺസുമായി. വിരാട് കോഹ്ലി 6 പന്ത് നേരിട്ടു, ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ല. അപ്പോൾ രാഹുൽ കോഹ്ലി കൂട്ടുകെട്ട് കഴിഞ്ഞാൽ പിന്നെ ഋഷഭ് പന്ത്, ധ്രുവ് ജുറേൽ, വാഷിംഗ്ടൺ സുന്ദർ, നിതീഷ് കുമാർ റെഡ്ഡി ഓൾറൗണ്ടറാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവിലും ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ മികച്ച സ്കോർ പടുത്തുയർത്തിയില്ല എന്നുണ്ടെങ്കിൽ മികച്ച ബാറ്റിംഗ് ലൈനപ്പും അതുപോലെ തന്നെ ആക്രമണകാരികളായ ബോളിംഗ് നിരയുമുള്ള ഓസ്ട്രേലിയയുമായി പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. എന്തായാലും ഓസ്ട്രേലിയക്കെതിരായ 1ാം ടെസ്റ്റിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യക്ക് 2 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുകയാണ്. തുടക്കം പാളിയിരിക്കുകയാണ്. ഇനി പ്രതീക്ഷ കോഹ്ലിയിലാണ് ഉള്ളത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള. എന്തായാലും പുത്തൻ പുലരിയുടെ സമയം ഇവിടെ അവസാനിക്കാറായി. ഇനി ഉള്ള മണിക്കൂറുകൾ അതീവ നിർണായകം തന്നെയാണ്. പല ചർച്ചകളുണ്ട്. ഒപ്പം തന്നെ നാളെ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുകയാണ്. അവലോകനങ്ങളൊക്കെ തന്നെ ജനം TV-യിലൂടെ കാണാൻ കഴിയും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് പുത്തൻ പുലരി ഇവിടെ അവസാനിക്കുകയാണ്. നമസ്തേ.